ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിലൂടെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 4ാമത്തെ മൊഡ്യൂളാണ്. ഇ ഡിയുടെ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിൽ നമ്മുടെ 4ാമത്തെ മൊഡ്യൂൾ, അതായത് സെറ്റിംഗ് അപ്പ് ഓഫ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്. ഇപ്പം നമ്മൾ ഇതുവരെ നോക്കിയത് ഓണ്ടർപ്രണർഷിപ്പിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻട്രഡക്ഷനിൽ നോക്കി. ഓണ്ടർപ്രണർഷിപ്പ് അസിസ്റ്റൻസിന് വേണ്ടി, പ്രൊമോഷന് വേണ്ടി നിലകൊള്ളുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം എന്തൊക്കെയാണ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളോടുകൂടി നോക്കി. 3ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ MSME സെക്ടർ എന്താണ്, അതുമായി അനുബന്ധിച്ച് വരാവുന്ന കാര്യങ്ങളെക്കുറിച്ച് നോക്കുകയുണ്ടായി. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത്, ഇങ്ങനെ ഒരു എൻ്റർപ്രൈസ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി MSMEയോ മൈക്രോ ആയിട്ടോ സ്മോൾ ആയിട്ടോ മീഡിയം ആയിട്ടോ, ഇനി അതെല്ലാം ലാർജ് സ്കെയിൽ എൻ്റർപ്രൈസ് ആയിട്ടോ, അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു എൻ്റർപ്രൈസ് ബിൽഡ് ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലേ, അങ്ങനെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഡ്രീമുമായിട്ടാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ഓർ ആൻ എൻ്റർപ്രൈസ് ഓർ എ ബിസിനസ് യൂണിറ്റ്. ക്ലിയർ? അപ്പോൾ അങ്ങനെ ഒരു സെറ്റിംഗ് അപ്പ് ഓഫ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്, അവിടെ ആ സമയത്ത് ആ സന്ദർഭത്തിൽ വേണ്ടി വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മൊഡ്യൂൾ. ഓക്കെ, so how we can make or how we can set up an industrial concern. Yeah. So what are the steps to be followed? What are the documents to be prepared? Yeah. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നു. So when a person decides to become an entrepreneur, he or she will set up a new business, clear, or industrial unit. Clear? അപ്പോൾ അങ്ങനെയുള്ളൊരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ്, ക്ലിയർ, അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അതിനെ സാധ്യമാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരുന്നു? കുറേയധികം പ്രൊപ്പറേറ്ററി വർക്ക്, ടാസ്കുകൾ ചെയ്യേണ്ടതായിട്ട് വരുന്നു. സോ സെറ്റിംഗ് അപ്പ് ഓഫ് ബിസിനസ് യൂണിറ്റ് in fact is similar to the birth of a child. Clear? So an entrepreneur is both a mother and a midwife in this operation. Clear? അപ്പോൾ എല്ലാം ആയിട്ടാണ്, അല്ലേ, ഒരു എൻ്റർപ്രൈസിൻ്റെ എല്ലാം ആണ് എന്ത്? എൻ്റർപ്രണർ. ക്ലിയർ? അയാളാണ് ഫാദറും മദറും അല്ലെങ്കിൽ മിഡ്വൈഫും എല്ലാം. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ ഒരു എൻ്റർപ്രൈസിനെ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റർപ്രണർ എന്തെല്ലാം ചെയ്യണം? സോ ഹി ഹാസ് ടു ബി അറ്റ് ദ ബർത്ത് റേഞ്ചസ് ഫ്രം ഇനീഷ്യൽ, അല്ലേ, ബോദറേഷൻ ഓഫ് ബ്രിങ്ങിങ് അപ്പ് ദി ചൈൽഡ്. ഒരു കുട്ടിയെ നമ്മൾ വളർത്തി വലുതാക്കുന്ന പോലെ ഒരു എൻ്റർപ്രൈസിനെ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രം എ സ്മോൾ ടു ലാർജ് എൻ്റർപ്രൈസസിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അതിനെ നടപ്പിലാക്കണം. അങ്ങനെ ഒരു എക്സിക്യൂഷൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു എൻ്റർപ്രണർക്ക് കഴിയണം. ഓക്കെ, സോ ഒരു എൻ്റർപ്രണർ ഹാസ് ടു ഫോളോ എ ലോട്ട് ഓഫ് ഫോർമാലിറ്റീസ് ഇൻ സെറ്റിംഗ് അപ്പ് ഓഫ് ബിസിനസ് industrial concern. Clear? And he or she is required to consider how the environmental effects or environment affects the entrepreneurial decision. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ നോക്കണ്ടായി, ഒരു MSME യൂണിറ്റ് സെറ്റ് ചെയ്യുന്ന ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ സ്കാനിങ് ആണ്, അല്ലേ. എൻവയോൺമെൻറ്റിനെ സ്കാൻ ചെയ്യുക. അങ്ങനെ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഐഡിയ കിട്ടും. ആ ഐഡിയ ബേസ് ചെയ്തിട്ടാണ് എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എൻവയോൺമെൻറ്റിലുണ്ട്, എന്തെല്ലാം ത്രെഡ്സ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്, നമ്മൾ ഓരോന്നിലും. അതുപോലെ തന്നെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണെന്നൊക്കെ നോക്കി ഒരു SWOT, അല്ലേ, അല്ലെങ്കിൽ SWOT എന്നൊക്കെ പറയും, SWOT, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്, അല്ലെങ്കിൽ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ചാലഞ്ച്. ഇതൊക്കെ മനസ്സിലാക്കിയെടുത്ത് ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി, സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം എന്ത് ചെയ്യണം? സ്കാനിങ് ദ എൻവയോൺമെൻറ്റിനെ സ്കാൻ ചെയ്യണം. or making a detailed study of the environmental factors and forces. നമ്മൾ എൻവയോൺമെൻറ്റിനെ കുറിച്ച് നേരത്തെ പഠിച്ചിട്ടുണ്ട്, ബിസിനസ് എൻവയോൺമെൻറ്റ്, അല്ലേ. ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താ? അത് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ഉണ്ട്, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ഉണ്ട്, അല്ലേ. അതിൻ്റെ ഇടയിൽ ഒരു ഓപ്പറേറ്റിംഗ് എൻവയോൺമെൻറ്റ് ഉണ്ട്. ഇതിൽ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ബിസിനസ് സ്പെസിഫിക് ആണ്. ക്ലിയർ? അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് എൻവയോൺമെൻറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ്. ഇതൊക്കെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടേ വരുള്ളൂ. പക്ഷേ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് അങ്ങനെയാണോ? അല്ല. എന്താ കാരണം? എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ജനറലി ഉള്ളതാണ്. ക്ലിയർ? അതുകൊണ്ട് അതിന് ജനറൽ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്നാണ് പറയുക. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? കുറേയധികം ഫോഴ്സസ് ഉണ്ട്, കുറേയധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇത് ആക്ട് ചെയ്യുന്നു, ഇൻ്ററാക്ട് ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാം സ്വാധീനം ബിസിനസ്സിന് ഉണ്ടാവും. കാരണം എന്താ? ബിസിനസ് ഈസ് സപ്പോസ് ടു ബി എ യൂണിറ്റ് which is required to be started in a society. Clear?
നമ്മൾ ഏതെങ്കിലും ഒരു സമൂഹത്തിലെ നമുക്കൊരു ബിസിനസ് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും അല്ലേ? അപ്പോൾ ഒരു ബിസിനസ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നതും നിലനിൽക്കുന്നതും ഒക്കെ സമൂഹത്തിൻ്റെ ഇടയിലാണ്, അല്ലേ? സൊസൈറ്റിയിലാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? അത്തരത്തിലുള്ള ഒരു എൻവയോൺമെൻറ്റ്, ഈ എൻവയോൺമെൻറ്റിനെ കുറിച്ച്, ഒരു ബിസിനസ്സിൻ്റെ ചുറ്റുപാടുള്ള എൻവയോൺമെൻറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ? സോ മീനിങ് ഓഫ് ഓൺട്രപ്രണറിയൽ എൻവയോൺമെൻറ്റ്, ബിസിനസ് എൻവയോൺമെൻറ്റ്. സോ ഓൺട്രപ്രണർഷിപ്പ് does not grow without environmental support. So therefore, entrepreneurship emerges within the environmental context in every society of the world. സാധാരണഗതിയിൽ എൻ്റർപ്രണേഴ്സ് നാച്ചുറൽ സ്കില്ല്, നാച്ചുറൽ ടാലൻറ്റ് കൊണ്ട് എമർജ് ചെയ്ത് വരും. പക്ഷെ മിക്കവാറും എൻ്റർപ്രണേഴ്സും വരുന്നത് എന്താ? ഒരു എൻവയോൺമെൻറ്റിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുമ്പോഴാണ് അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള സ്കില്ലോ ഇൻസ്റ്റിങ്ക്റ്റോ ഒക്കെ അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നതും ബിസിനസ്സിനെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുകയും ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ എൻവയോൺമെൻറ്റിന് ഈ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് വളരെ നിർണായകമായിട്ടുള്ള പങ്കുണ്ട്. സോ ഇറ്റ് റെഫേഴ്സ് ടു, അല്ലേ, എന്തൊക്കെയാണെന്നോ വേരിയസ് ഫേസറ്റ്സ് വിത്തിൻ വിച്ച് എൻ്റർപ്രൈസസ് ഹാസ് ടു ബി ഓപ്പറേറ്റ്, അല്ലേ? എന്തെല്ലാം ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണോ എൻ്റർപ്രൈസസിന് പ്രവർത്തിക്കുന്നത്, അതെല്ലാമാണ് ബിസിനസ് എൻവയോൺമെൻറ്റ്. സോ എൻവയോൺമെൻറ്റ് therefore influences the enterprise. By and large, environment is created by political forces, social forces, economic forces, natural forces. Clear? There is national, legal, technological, ക്ലിയർ? ഇങ്ങനെ കുറേയധികം ഫോഴ്സസും ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലിയർ? ഇപ്പോൾ പൊളിറ്റിക്കൽ ആവാം, സോഷ്യൽ ആവാം, എക്കണോമിക് ആവാം, ഗവൺമെൻറ് റിലേറ്റഡ് ആവാം, അല്ലേ? അതാണ് ഇവിടെ നാഷണൽ കൊണ്ട് മീൻ ചെയ്യുന്നത്. ലീഗൽ ആവാം, ടെക്നോളജിക്കൽ ആവാം. ക്ലിയർ? സോ ദേ ഇൻഫ്ലുവൻസസ് ദ എൻ്റർപ്രൈസസ് ആൻഡ് എൻ്റർപ്രണർ. അപ്പോൾ ഇതിൻ്റെ ഒരു ആക്ഷൻ ആൻഡ് റിയാക്ഷൻ, അപ്പോൾ അത് എങ്ങനെയുണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ entrepreneurial environment is combination of all these factors which plays a role in the development of business. So it refers to the overall economic, socio-cultural and political factors that influences people's willingness and ability to undertake the entrepreneurial activity. അപ്പോൾ അതിനെന്ത് ഫ്രെയിം വർക്കാണ് നമുക്കുള്ളത്, എന്ത് സപ്പോർട്ട് സിസ്റ്റമാണുള്ളത്, എന്ത് റെസിസ്റ്റൻസ് സൊസൈറ്റിയിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്, ഗവൺമെൻറ്റിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്, എൻവയോൺമെൻറ്റിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്, എന്ത് സപ്പോർട്ട് മെക്കാനിസം നമുക്ക് ലഭിക്കും, അങ്ങനെയുള്ള ഒട്ടനവധി ഘടകങ്ങളെ ആശ്രയിച്ചിട്ടായിരിക്കും ഒരു എൻ്റർപ്രൈസിന് നിലനിൽക്കാൻ കഴിയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമലി എന്ത് ചെയ്യണം? സോ വി നീഡ് ടു മേക്ക് എ സ്റ്റഡി ഓർ എൻ അനാലിസിസ് ഇൻ ടു ദി വേരിയസ് എൻവയോൺമെൻറ്റൽ ഫോഴ്സസ്. അപ്പോൾ പ്രധാനമായിട്ട് അങ്ങനെയുള്ള ഫോഴ്സസ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം? ഒന്ന്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് കൺസിഡർ ചെയ്യണം. 2, എക്കണോമിക് എൻവയോൺമെൻറ്റ് കൺസിഡർ ചെയ്യണം. 3, സോഷ്യൽ എൻവയോൺമെൻറ്റ് കൺസിഡർ ചെയ്യണം. 4, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് കൺസിഡർ ചെയ്യണം. ലീഗൽ എൻവയോൺമെൻറ്റ് കൺസിഡർ ചെയ്യണം. കൾച്ചറൽ എൻവയോൺമെൻറ്റ് കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഓരോ ഫാക്ടറായിട്ട് പെട്ടെന്ന് നോക്കി പോകാം. പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എന്താണ്, അല്ലേ? പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എന്താ ഉദ്ദേശിക്കുന്നത്? സോ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് ഈസ് കൺസേൺ വിത്ത് ദി ജനറൽ സ്റ്റെബിലിറ്റി ഓഫ് ദി country in which enterprise is expected to perform, and political philosophy is expected to perform, and the practical philosophies of the party in the power towards business. Clear? So the main factors related to the political environments are political philosophy, political atmosphere, and ക്വാളിറ്റി ഓഫ് ലീഡർഷിപ്പ്. അല്ലേ? അപ്പോൾ നമുക്കറിയാൻ പറ്റും ഒരു എക്കണോമി, അല്ലേ, നിലനിൽക്കുന്നത്, ഒരു രാജ്യത്തിലുള്ള വ്യവസ്ഥിതി നിലനിൽക്കുന്നത്, ലീഗൽ സിസ്റ്റം നിലനിൽക്കുന്നത്, ഭരണവ്യവസ്ഥ നിലനിൽക്കുന്നതെല്ലാം ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആണെങ്കിൽ അത് മിക്കവാറും എന്താണ്? പൊളിറ്റിക്കൽ എൻവയോൺമെൻ്റ് ആണ്, അല്ലേ? നീ ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ പോലും അവിടെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ടാവും. ക്ലിയർ? അതിനെ അനുസരിച്ചുകൊണ്ടായിരിക്കും ബിസിനസ്സിന് വളരാൻ പറ്റുക. ക്ലിയർ? അപ്പോൾ അതിന് നമ്മൾ പൊളിറ്റിക്കൽ ഫിലോസഫി എന്നൊക്കെ പറയും. ക്ലിയർ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാർട്ടി പൊളിറ്റിക്സ് ആണെങ്കിൽ ഏതൊരു പാർട്ടിയാണോ ഭരിക്കുന്നത് ആ ഭരിക്കുന്ന പാർട്ടിയുടെ, ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ ഫിലോസഫി, ഐഡിയോളജി, ബിലീഫ്, അല്ലേ, വാല്യൂ സിസ്റ്റം, ഇതൊക്കെ എന്തിനെ ബാധിക്കും? ഭരണത്തിനെ ബാധിക്കും. ക്ലിയർ? അവർ നടപ്പിലാക്കുന്ന പോളിസികളെ ബാധിക്കും. അതുകൊണ്ട് തന്നെ എൻ്റർപ്രൈസസ് നടത്തിക്കൊണ്ടുപോകുന്ന കാര്യത്തിലും അതിൻ്റെ സ്വാധീനം ഉണ്ടാകും. ക്ലിയർ? അപ്പോൾ ചില ഗവൺമെൻറ് അല്ലെങ്കിൽ ചില പൊളിറ്റിക്കൽ പാർട്ടീസ് ബിസിനസ്സിനും അതുപോലെ തന്നെ എൻ്റർപ്രണേഴ്സിനും പ്രൈവറ്റ് ക്യാപിറ്റലിനും ഒക്കെ ഫേവറബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. മറ്റു ചില ആൾക്കാർ അതിനെതിരായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇത് 2 തരത്തിലുള്ള ഫിലോസഫി വരുന്ന സമയത്ത് ഒന്ന് ഫേവർ ആവും, ഒന്ന് അൺഫേവറബിൾ ആവും. അതുപോലെ തന്നെയാണ് ചില ഗവൺമെൻറ് പോളിസിയുടെ ഭാഗമായി ചില ഏരിയ അല്ലെങ്കിൽ ചില ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന് കൂടുതൽ പ്രാധാന്യം നൽകും. വേറെ ചില ഗവൺമെൻറ് ആണെങ്കിലോ പൊളിറ്റിക്കൽ പാർട്ടീസ് ആണെങ്കിലോ മറ്റു ചില ഏരിയസിനൊക്കെ ആയിരിക്കും എംഫസിസ് അല്ലെങ്കിൽ സ്ട്രെസ് കൊടുക്കുക. അപ്പം അതുകൊണ്ട് തന്നെ പാർട്ടി ഇൻ പവർ, അല്ലേ, പവറിലുള്ള പാർട്ടിയുടെ അല്ലെങ്കിൽ അധികാരത്തിലുള്ള പാർട്ടിയുടെ ഐഡിയോളജി, അതിന് പൊളിറ്റിക്കൽ ഫിലോസഫി എന്ന് പറഞ്ഞാലും ശരി, അല്ലേ, അതുപോലെ തന്നെ
അതിൻ്റെ പെർഫോമൻസ് ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ ഫിലോസഫി ആയിക്കോട്ടെ, പാർട്ടി പവർ അല്ലേ, അതായിക്കോട്ടെ, എന്താണെങ്കിലും ഈ പൊളിറ്റിക്കൽ ഫിലോസഫിയും പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ, അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി നമുക്കറിയാൻ പറ്റും. സ്റ്റെബിലിറ്റി ഇല്ലാത്ത, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു രാജ്യത്ത് നമുക്കൊരു പ്രത്യേക നിയമമോ അല്ലെങ്കിൽ പോളിസിയോ മെഷേഴ്സോ ഒന്നും കൊണ്ടുവരാൻ കഴിയില്ല. ഒരുപക്ഷെ നിങ്ങൾ നേരത്തെ നമുക്ക് അറിയുമെന്നറിയില്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആണെങ്കിൽ അല്ലേ, കഴിഞ്ഞ ഒരു ഡീക്കേഡ്, 1-2 ഡീക്കേഡായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം മോറോലെസ് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ട്. പക്ഷെ അതിന് മുമ്പുള്ള കാലഘട്ടങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 1980-കൾക്ക് ശേഷം, 80-89-നൊക്കെ ശേഷം, 88-നൊക്കെ ശേഷം വളരെയധികം അൺസർട്ടനിറ്റി ആയിരുന്നു ഗവൺമെൻറ്റിൽ. സെൻട്രൽ ഗവൺമെൻറ് ആയാലും ശരി അല്ലേ. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പ്രത്യേകം എന്താ, പല പാർട്ടീസും കോയിലേഷൻ പൊളിറ്റിക്സ് ആണ് വരുന്നത്. അവരുടെ സ്ഥിരമായിട്ട് ഭരിക്കാൻ കഴിയുന്നില്ല, പലപ്പോഴും പലതരത്തിലുള്ള പ്രഷേഴ്സ് വരും. അതുകൊണ്ട് കാര്യമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല, എടുത്താൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലംസ് വരും. അപ്പോൾ ഗവേണൻസ് എന്ന് പറയുന്നത് വളരെ മിനിമം ആയിട്ട് മാറും. ഈ പൊളിറ്റിക്സിന് മാത്രമേ സമയം ഉണ്ടാവും, അല്ലാതെ ഭരണം അല്ലെങ്കിൽ ഭരണനിർവഹണം അതിനനുസരിച്ചുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ സ്റ്റേബിളായിട്ടുള്ള ഒരു ഗവൺമെൻറ് ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ കഴിഞ്ഞ 10-15 വർഷമായിട്ട് നമുക്ക് അങ്ങനെ ഒരു ഗവൺമെൻറ്റാണ് അല്ലേ. ഇപ്പോഴത്തെ കറണ്ട് ഗവൺമെൻറ് ആണെങ്കിലും അതിന് മുമ്പിലുള്ള പ്രീവിയസ് ഗവൺമെൻറ് ആണ്, UPA ഗവൺമെൻറ് ആണെങ്കിലും അല്ലേ, ഇപ്പോഴത്തുള്ള NDA ഗവൺമെൻറ്റൊക്കെ ആണെങ്കിലും സംവാട്ട് സ്റ്റേബിളാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, എക്കണോമിക് പോളിസീസോ അല്ലെങ്കിൽ ബിസിനസ് പോളിസീസോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പോളിസീസോ അല്ലെങ്കിൽ ബിസിനസ് സ്പെസിഫിക് ആയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, അവർക്ക് നടപ്പിലാക്കാൻ കഴിയുന്നു. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരു തീരുമാനം എടുക്കും, അപ്പോഴേക്കും വേറെ ആരെങ്കിലും അത് എതിർക്കും, അപ്പോൾ അത് നിർത്തിവെക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ സ്റ്റെബിലിറ്റി, പൊളിറ്റിക്കൽ ഫിലോസഫി, പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ, ക്വാളിറ്റി ഓഫ് ലീഡർഷിപ്പ്, ഇതെല്ലാം പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതിനനുസരിച്ചിരിക്കും പൊളിറ്റിക്കൽ സിസ്റ്റം, പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ, അതിനനുസരിച്ച് ബിസിനസ്സിന് പ്രവർത്തിക്കാൻ കഴിയും. ക്ലിയർ. ദ നെക്സ്റ്റ് വൺ ഈസ് എൻവയോൺമെൻറ്റൽ ആൻഡ് എക്കണോമിക് എൻവയോൺമെൻറ്റ് അല്ലേ. രാജ്യത്തിൻ്റെ എക്കണോമിക് എന്താണ് അല്ലേ, നമ്മുടെ എക്കണോമി വർദ്ധിച്ച് വരുന്ന ഗ്രോത്ത് ആയിട്ട് വരുന്ന ഒരു എക്കണോമിയാണെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ബിസിനസ്സും അതുപോലെ തന്നെ ട്രേഡ്, ഇൻഡസ്ട്രി, കോമേഴ്സ്, ബിസിനസ്സിനൊക്കെ ഒരു സ്കോപ്പ് ഉണ്ടാവും. അതെല്ലാം എക്കണോമി ഡിക്ലൈനിങ് ആയിട്ട് വരുന്ന ഒരു എക്കണോമിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുക, അതിനനുസരിച്ചുള്ള പ്രോബ്ലംസ് നമുക്ക് നേരിടേണ്ടി വരും. ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഒരു എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എക്കണോമിക് എൻവയോൺമെൻറ്റ് കൂടെ കൺസിഡർ ചെയ്യണം. സോ എക്കണോമിക് എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡ്സ് all those actions which made the economic activity possible in the country, that is resources, economic conditions, economic policies, incentive system, subsidy system. ഇതെല്ലാം എക്കണോമിക്സിൻ്റെ ഭാഗമാണ്. ടാക്സ് സ്ട്രക്ചർ അല്ലേ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ സമയത്ത് നമുക്ക് എന്തെല്ലാം എത്രമാത്രം റിസോഴ്സസ് മൊബിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്, GDP ഗ്രോ ചെയ്യുന്നുണ്ടോ അല്ലേ, എക്കണോമിക് കണ്ടീഷൻസ് ഫേവറബിൾ ആണോ, ബൂമാണോ, ഡിപ്രഷനാണോ, ക്ലിയർ. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ബിസിനസ്സിലുള്ള സാധ്യത. ക്ലിയർ. സോ എക്കണോമിക് എൻവയോൺമെൻറ്റിൽ ഇത്തരം ഫാക്ടേഴ്സ് എല്ലാം വരാം. അതിൽ GDP വരാം, നാഷണൽ ഇൻകം വരാം അല്ലേ, ഇമ്പോർട്ട് എക്സ്പോർട്ടിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, ബാലൻസ് ഓഫ് ട്രേഡ് അല്ലേ, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള മാക്രോ എക്കണോമിക്കൽ ഫാക്ടേഴ്സ് ആയിക്കോട്ടെ ഒക്കെ ഇതെല്ലാം എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെയും അതിൻ്റെ പ്രോസ്പെക്ട്സിനെയും ഒക്കെ ഇതാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ട്രേഡ് സൈക്കിൾ, ബിസിനസ് സൈക്കിൾ, ക്ലിയർ, ഇങ്ങനെയുള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവസ്ഥകളും എക്കണോമിക് സിറ്റുവേഷൻസും ഒരു പരിധിവരെ എന്ത് ചെയ്യുന്നു, ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതുകൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. സോഷ്യൽ എൻവയോൺമെൻറ്റ്, സോഷ്യൽ എൻവയോൺമെൻറ്റിനെ കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ലിയർ. അവിടെ എന്താണ് ചെയ്യേണ്ടത്, സോഷ്യൽ എൻവയോൺമെൻറ്റ് പ്രിപ്പയേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഫോർ ദി എൻ്റർപ്രണോറിയൽ ആക്ടിവിറ്റി. നമ്മൾ എവിടെ തന്നെ എന്തെല്ലാം ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്, പീപ്പിളിനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് പ്രോഡക്റ്റും സർവീസസും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. സമൂഹത്തിലാണ് എക്സിസ്റ്റ് ചെയ്യേണ്ടത്. ക്ലിയർ. സമൂഹത്തിലാണ് നമ്മൾ സാധനങ്ങളെല്ലാം കൊടുക്കുക, സെയിൽ ചെയ്യേണ്ടത്. നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ പാർട്ട് ആൻഡ് പാർസലാണ്. അങ്ങനെയൊക്കെ അല്ലെങ്കിൽ നമുക്കിവിടെ വരേണ്ട എംപ്ലോയീസ് എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ, സൊസൈറ്റിയുടെ പാർട്ട് ആൻഡ് പാർസലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സോഷ്യൽ എൻവയോൺമെൻറ്റിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, വളരെയധികം കൺസിഡർ ചെയ്യണം. സോ ടുഡേ ബിസിനസ് ഈസ് റിഗാർഡഡ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, നോട്ട് ആൻ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ. പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഇന്നത്തെ കാലത്തുള്ള ബിസിനസ്സുകളൊക്കെ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് എമേർജ് ചെയ്തിരിക്കുന്നു, നോട്ട് റദർ ദാൻ എ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. ബിസിനസ് ചെയ്യുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക, ലാഭം ഉണ്ടാക്കുക എന്ന് മാത്രം നോക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റാത്ത, അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുക, പക്ഷേ എങ്കിലും ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് കൂടെ ഇതിനോടൊപ്പം വരുന്നു അല്ലേ. ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് പബ്ലിക്, റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് കൺസ്യൂമർ, റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഓണർ, റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്. ക്ലിയർ. അപ്പോൾ ഈ രീതിയിൽ എല്ലാ തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയും ബിസിനസ്സിനുണ്ട്. അപ്പോൾ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള
ക്ലിയർ, സോഷ്യലി ഒബ്ലിഗേറ്റഡ് ആയിട്ടുള്ള ഒരു എൻ്റർപ്രൈസ് ആയിട്ട് നമുക്കിപ്പോൾ വ്യൂ ചെയ്യാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് സോഷ്യൽ സ്ട്രക്ചർ, സോഷ്യൽ ആയിട്ടുള്ള വാല്യൂസ് എന്തൊക്കെയാണ്, നമ്മൾ ഏത് സൊസൈറ്റിയിലാണ് പ്രവർത്തിക്കുന്നത്, അവിടെയുള്ള ബിലീഫ് സിസ്റ്റം, കൺവെൻഷൻസ്, പ്രാക്ടീസസ് എന്തൊക്കെയാണ്, അതിനെതിരായിട്ടായിരിക്കും നമ്മുടെ ബിസിനസ് പോവുക, അല്ലെങ്കിൽ അതിനനുകൂലമായിട്ട് നമുക്ക് ബിസിനസ്സിനെ കൊണ്ടുപോകാൻ പറ്റുമോ, അല്ലെങ്കിൽ കൺസ്യൂമറിസം എത്രമാത്രം ഉണ്ട്, കൺസ്യൂമേഴ്സ് വളരെയധികം അവെയർ ആണോ, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സിനെ കുറിച്ചും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിൻ്റെ അല്ലേ വാല്യൂ സിസ്റ്റത്തിനെ കുറിച്ചും അവർക്കുള്ള റിഡ്രസൽ മെഷേഴ്സിനെ കുറിച്ചൊക്കെ അവർ ബോധവാന്മാരാണോ, അല്ലേ കോൺഷ്യസ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സും കൺസ്യൂമർ ആക്ടിവിസം ഒക്കെ ഉണ്ടോ, അതുപോലെ തന്നെ ലേബർ ആറ്റിറ്റ്യൂഡ്സ് എന്താണ്, ക്ലിയർ, ലേബർ പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ടോ, സ്കിൽഫുൾ ആയിട്ടുള്ള ലേബേഴ്സിന് സപ്ലൈ അവൈലബിൾ ആയിരിക്കുമോ, ഓക്കെ, അവരുടെ വർക്ക് കമ്മിറ്റ്മെൻറ്റ് എന്തായിരിക്കും, വർക്ക് ഫിലോസഫി എന്തായിരിക്കും, ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് നമ്മൾ എങ്ങനെ കൊണ്ടുപോകണം, ഇങ്ങനെ ഒട്ടനവധി ഘടകങ്ങൾ സോഷ്യൽ ഫാക്ടറായിട്ട് നമുക്ക് വരാം. ഇതെല്ലാം സമൂഹത്തിനെ സ്വാധീനിക്കുന്നതാണ്, ക്ലിയർ. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിനെയും സ്വാധീനിക്കും. കാരണം എന്താ, എല്ലാ ഇതെല്ലാം ബിസിനസ്സിലേക്ക് വരുന്ന എല്ലാ ഘടകങ്ങളും സമൂഹത്തിൽ നിന്നാണ് ഡ്രോ ചെയ്യുന്നത്. ഓണേഴ്സ് ആണെങ്കിൽ ആയിക്കോട്ടെ, മാനേജേഴ്സ് ആയിക്കോട്ടെ, എംപ്ലോയീസ് ആയിക്കോട്ടെ, കൺസ്യൂമേഴ്സ് ആയിക്കോട്ടെ, സപ്ലയേഴ്സ് ആയിക്കോട്ടെ, ലെൻഡേഴ്സ് ആയിക്കോട്ടെ, എല്ലാം these are all part and parcel of the society. Therefore, a business needs to analyze social environment, clear. എന്നിട്ട് ആ സൊസൈറ്റിയുടെ കേസസ് അല്ലെങ്കിൽ അവിടെ വരാവുന്ന സാഹചര്യങ്ങൾ അത് ബിസിനസ്സുമായിട്ട് എന്ത് ചെയ്യണം, അതിനെ റിലേറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, ക്ലിയർ. പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എങ്ങനെ റെക്ടിഫൈ ചെയ്യാമെന്നൊക്കെ നമ്മൾ നോക്കണം. ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, നെക്സ്റ്റ് വൺ ഈസ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. എന്താ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് പ്രത്യേകത? സോ ടെക്നോളജിക്കൽ ഫോഴ്സസ് constitute the technological environment, and technological forces include enterprise procedures, systems used in enterprise to make changes in the transformation forces and the goods and services, clear. ഈ രീതിയിൽ ടെക്നോളജിയുടെ നേച്ചർ എന്താണ്, ഇപ്പോൾ ഏത് തരത്തിലുള്ള ടെക്നോളജിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതിൽ മാറ്റം വരാൻ സാധ്യതയുണ്ടോ, ബിസിനസ്സിൽ ഏത് തരത്തിലുള്ള ടെക്നോളജി ഉപയോഗിക്കാൻ പറ്റും, അതിൻ്റെ അവൈലബിലിറ്റി എന്താണ്, ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുമ്പോൾ, ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പാലിക്കേണ്ട പോളിസീസും പ്രൊസീജിയർ എന്താണ്, ലീഗൽ പെർമിഷൻസ് ഉണ്ടാവുമോ, ക്ലിയർ. അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ, ക്ലിയർ, ടെക്നോളജിയുടെ ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. കാരണം എന്താ, ടെക്നോളജി മാറുന്നതിനനുസരിച്ച് എന്ത് മാറും, ബിസിനസ്സിൻ്റെ സാധ്യതയും മാറും. നമ്മൾക്ക് ഇപ്പോൾ പ്രോഫിറ്റബിൾ ആണ്, വയബിൾ ആണ്, ഫീസിബിൾ ആണെന്നൊക്കെ തോന്നും, അല്ലേ. പക്ഷേ ഇപ്പോൾ സാധ്യതയുള്ള ഒരു പ്രോജക്റ്റ് ചിലപ്പോൾ, ഒരു ബിസിനസ് ഐഡിയ ചിലപ്പോൾ ടെക്നോളജി മാറുന്നതിൻ്റെ ഫലമായിട്ട് ഫീസിബിൾ അല്ലാതായിട്ട് മാറും, ക്ലിയർ, പ്രോഫിറ്റബിൾ അല്ലാതായിട്ട് മാറും. അപ്പോൾ എന്ത് ചെയ്യണം, ടെക്നോളജി ഫാസ്റ്റായിട്ട് ചേഞ്ച് ചെയ്യണ്ടോ അതോ സ്ലോ ചേഞ്ചിങ് ആണോ, അല്ലെ ടെക്നോളജിയുടെ നേച്ചർ എന്താണ്, ക്ലിയർ. അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റിനെ കുറിച്ച് അനലൈസ് ചെയ്യണം, ക്ലിയർ. നമ്മുടെ കൺട്രി ഇത് പ്രവർത്തിക്കുന്ന മേഖല, ടെക്നോളജി, അവിടെയൊക്കെ യൂസ് ചെയ്യുന്ന ടെക്നോളജി, അവൈലബിൾ ടെക്നോളജി, ക്ലിയർ, കോമ്പറ്റീറ്റേഴ്സ് യൂസ് ചെയ്യുന്ന ടെക്നോളജി, നമ്മൾ ഇൻറ്റൻഡ് ചെയ്യുന്ന ടെക്നോളജി, അത് അഡോപ്റ്റ് ചെയ്യാനുള്ള സാധ്യത, അങ്ങനെയുള്ള ഒട്ടനവധി ഘടകങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ലീഗൽ എൻവയോൺമെൻറ്റ്, അല്ലേ. ഏതൊരു രാജ്യത്തും എന്തുണ്ടാവും, ഒരു ലീഗൽ സിസ്റ്റം ഉണ്ടാവും, ക്ലിയർ. ആ ലീഗൽ സിസ്റ്റത്തിൽ നിന്ന് ലോസ്, ലെജിസ്ലേഷൻ, റെഗുലേഷൻ, അല്ലേ, അതിനെല്ലാം നിന്നുകൊണ്ട് മാത്രമേ ഈ ബിസിനസ്സിന് പ്രവർത്തിക്കാൻ പറ്റൂ. അപ്പോൾ ഗവൺമെൻറ് പോളിസി ആയിക്കോട്ടെ, റൂൾസ് ആയിക്കോട്ടെ, റെഗുലേഷൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം ബിസിനസ്സിൻ്റെ പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ്, അല്ലേ, പ്രൊക്യൂർമെൻറ്റ് എല്ലാത്തിനെയും ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ ലീഗൽ ഫ്രെയിംവർക്കിനെ കുറിച്ച്, ബിസിനസ് ലീഗൽ ഫ്രെയിംവർക്കിനെ കുറിച്ച്, ബിസിനസ് റെഗുലേഷൻസിനെ കുറിച്ച് ക്ലിയർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, ക്ലിയർ. അപ്പോൾ നമ്മുടെ ബിസിനസ് ലീഗൽ എൻവയോൺമെൻറ്റ് സ്യൂട്ടബിൾ ആണോ, എന്തെല്ലാം മെഷേഴ്സാണ് നമ്മൾ പൊല്യൂഷൻ കൺട്രോളിൻ്റെ ഭാഗമായിട്ട് എടുക്കേണ്ടത്, എന്തെല്ലാം ലൈസൻസിങ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്, ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യാൻ ഗവൺമെൻറ് പറയുന്നത്, ക്ലിയർ. അതിൻ്റെ റീസൈക്ലിംഗ് എങ്ങനെയായിരിക്കും, പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി നമുക്ക് എങ്ങനെ ഉറപ്പുവരുത്താം, ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് ആയിക്കഴിഞ്ഞാൽ വരാവുന്ന പ്രോബ്ലംസ്, അല്ലേ, ലീഗൽ സിസ്റ്റം എന്തെല്ലാം കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഒട്ടനവധി ഘടകങ്ങൾ നമ്മൾ ലീഗൽ എൻവയോൺമെൻറ്റിനെ കുറിച്ച്, പ്രൊസീജിയേഴ്സിനെ കുറിച്ച്, കൺവെൻഷൻസിനെ കുറിച്ച്, പ്രാക്ടീസസിനെ കുറിച്ച് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, ക്ലിയർ. ദെൻ കൾച്ചറൽ എൻവയോൺമെൻറ്റ്. കൾച്ചറൽ എൻവയോൺമെൻറ്റ് എന്താ? സോ ജനറലി ഇറ്റ് ഈസ് സെഡ് ദാറ്റ് എൻ്റർപ്രണർഷിപ്പ് ഈസ് ബേസ്ഡ് ഓൺ ദി കൾച്ചർ ആൻഡ് എത്തിക്കൽ വാല്യൂസ്, അല്ലേ. ചില കൾച്ചേഴ്സ്, ചില സോഷ്യൽ കൾച്ചേഴ്സ് അല്ലെങ്കിൽ ചില സൊസൈറ്റി സെഗ്മെൻറ്റ്സ്, അവിടെ നിന്നൊക്കെയാണ് എൻ്റർപ്രണേഴ്സ് വരിക എന്നൊക്കെ നമ്മളതിൻ്റെ എൻ്റർപ്രണേഴ്സിൻ്റെ, അല്ലേ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻ്റർപ്രണേഴ്സ് ഒക്കെ നോക്കുന്ന പറയുണ്ടായി, കാസ്റ്റ് സിസ്റ്റം, കൾച്ചറൽ ഫാക്ടേഴ്സ് എന്നൊക്കെ. അപ്പോൾ അതുപോലെ ഇവിടെയും കൾച്ചറൽ സ്ട്രക്ചേഴ്സ് കൂടെ നമ്മൾ മനസ്സിലാക്കണം, അല്ലേ. ഒരു രാജ്യത്ത് നിൽക്കുന്ന കൾച്ചറൽ സ്ട്രക്ചർ, അവിടെ എല്ലാ ബിസിനസ്സും എല്ലാ സ്ഥലങ്ങളും സ്യൂട്ടബിൾ ആവില്ല,
ആവോ? ഉണ്ടാവില്ല. ക്ലിയർ? അപ്പം നമ്മൾ മനസ്സിലാക്കണം. ക്ലിയർ? നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരള ആണെങ്കിൽ കേരളത്തിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഡസ്ട്രി ഏതാണ്, ഏതെല്ലാം ഇൻഡസ്ട്രീസ് ഇവിടെ പറ്റില്ല അല്ലേ? അപ്പോൾ അങ്ങനെ ഉള്ള ചില ഉണ്ടാവും. കൾച്ചറൽ സിറ്റുവേഷൻ അനുസരിച്ച് ചിലതൊന്നും നമുക്കിവിടെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അക്സെപ്റ്റബിൾ ആയിരിക്കില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നേച്ചറുള്ള ഇൻഡസ്ട്രീസ് ഇവിടെ വരാൻ പറ്റും. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് ഇതിന് എൻവയോൺമെൻറ്റ് സ്കാനിങ്ങിൻ്റെ ഭാഗമായി കൾച്ചറൽ എൻവയോൺമെൻറ്റ് നോക്കണം. കൾച്ചറൽ സ്ട്രക്ചേഴ്സ് എന്താണ്, ലൈഫ് സ്റ്റൈൽ എന്താണ്, എഡ്യൂക്കേഷൻസ് എന്താണ്, അല്ലേ, ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ എന്താണ്, ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എൻവയോൺമെൻറ്റൽ എൻവയോൺമെൻറ്റ്, ക്ലിയർ, എൻ്റർപ്രണറൽ എൻവയോൺമെൻറ്റ്, ഇത്രയും ഘടകങ്ങൾ കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് എൻവയോൺമെൻറ്റൽ ഫോഴ്സസ്. ക്ലിയർ? ഇതൊരു എക്സ്ക്ലൂസീവ് ലിസ്റ്റ് അല്ല, ഇതിനേക്കാൾ നമുക്ക് വേറെ ആയിട്ട് പറയാം. പക്ഷെങ്കിലും ഇത്രയെങ്കിലും ഫാക്ടേഴ്സിനെ കുറിച്ച്, ഫോഴ്സസിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. എൻ്റർപ്രണറിയൽ എക്കോസിസ്റ്റം എന്താണ്? ക്ലിയർ? ആൻഡ് വാട്ട് ഈസ് എക്കോസിസ്റ്റം ഫോർ എൻ്റർപ്രണേഴ്സ്? സോ an entrepreneurial ecosystem may be described as a set of entrepreneurial organization, that is firms, ventures, capitalists, ബിസിനസ് ഏഞ്ചൽസ്, ബാങ്ക്. ക്ലിയർ? ഇതെല്ലാം കൂടെ വരുന്ന സമയത്ത് എന്ത് വരുള്ളൂ? ഒരു എൻ്റർപ്രണറിയൽ എക്കോസിസ്റ്റം അല്ലെങ്കിൽ എൻ്റർപ്രണറിയൽ കൾച്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ക്ലിയർ? സോ എൻ്റർപ്രണറിയൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം കൂടെയുള്ള ഒരു സം ടോട്ടലാണ്. അല്ലേ? എന്തൊക്കെയാണ് ആ ഓർഗനൈസേഷൻ വരിക? അതിൽ ഫേം ഉണ്ടാവാം, അല്ലേ? ആ ഫേമിൽ പൈസ മുടക്കിയിട്ടുള്ള വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ റിസ്ക് ക്യാപിറ്റലിസ്റ്റ് ഉണ്ടാവാം. ക്ലിയർ? ബിസിനസ് ഏഞ്ചൽ, ചിലപ്പോൾ ഏഞ്ചൽ ഫണ്ടിങ് ചെയ്തിട്ടുള്ള, അല്ലേ, ബിസിനസ്സിന് കൊണ്ടുവരണം, പ്രൊമോട്ട് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഫണ്ടിങ്ങോ സഹായങ്ങളോ നൽകിയിട്ടുള്ള ഏഞ്ചൽ പ്രൊമോട്ടേഴ്സ് ഉണ്ടാവാം. ബാങ്ക്സ്, ലെൻഡേഴ്സ് ഉണ്ടാവാം. അല്ലേ? ഇവരെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടാണ്, എൻ്റർപ്രണറിയൽ ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ക്ലിയർ? സോ എ സെറ്റ് ഓഫ് ഓർഗനൈസേഷൻ, എൻ്റർപ്രണറിയൽ ഓർഗനൈസേഷൻ, അല്ലെ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അല്ലെ ഇൻസ്റ്റിറ്റ്യൂഷൻസും വരാം. എന്തൊക്കെയാണോ ഇൻസ്റ്റിറ്റ്യൂഷൻ? യൂണിവേഴ്സിറ്റീസ്, പബ്ലിക് സെക്ടർ ഏജൻസീസ്, അല്ലേ, ഫിനാൻഷ്യൽ ബോഡീസ്. ഇവിടെ എല്ലാം പ്രവർത്തന ഫലമായിട്ടായിരിക്കും ഒരു എൻ്റർപ്രൈസ് ബിൽഡപ്പ് ചെയ്ത് വരിക. ക്ലിയർ? അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ. അതുപോലെ തന്നെ എൻ്റർപ്രണറിയൽ പ്രോസസ്സസ് വരും. ക്ലിയർ? വിച്ച് ഇൻ്ററാക്ട് വിത്ത് ദി വൺ അനദർ ഇൻ ദി എൻവയോൺമെൻറ്റ്. ക്ലിയർ? അപ്പോൾ ഇതെല്ലാം കൂടി ചേരുന്നതാണ്. എന്തൊക്കെയാണ്? എൻ്റർപ്രണറിയൽ ഓർഗനൈസേഷൻസും എൻ്റർപ്രണറിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും എൻ്റർപ്രണറിയൽ പ്രോസസ്സുകളും എല്ലാം കൂടി ചേരുന്നതാണ് ഒരു എൻ്റർപ്രണറിയൽ എക്കോസിസ്റ്റം. അല്ലേ? നമ്മൾ ഇതൊക്കെയാണ് നേരത്തെ നോക്കിയത്. ക്ലിയർ? ഒരു എൻ്റർപ്രണർ എന്ന് പറയുമ്പോൾ സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ? അല്ല. അവർക്ക് ഒരു വ്യക്തി ഒരു എൻ്റർപ്രൈസസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ക്യാപിറ്റൽ വേണം. അല്ലേ? അപ്പോൾ കോൺട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ ഉണ്ടാവും, ഇക്വിറ്റി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രൊമോട്ടേഴ്സ് ഉണ്ടാവും, ലെൻഡേഴ്സ് ഉണ്ടാവും, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും, സപ്പോർട്ട് മെഷേഴ്സിന് വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും, മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും, അല്ലേ, മാർക്കറ്റിങ്ങിനെ സഹായിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ എൻ്റർപ്രണറിയൽ പ്രോസസ്സിൻ്റെ ഭാഗമായി, അല്ലേ, എന്തൊക്കെയാണോ നമ്മൾ ചെയ്യേണ്ടത്, അല്ലേ, എൻ്റർപ്രണറിയൽ ആക്ടിവിറ്റി ആയിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ പ്രൊഡക്ഷൻ ഉണ്ടാവും, സെറ്റിംഗ് അപ്പ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, സപ്ലൈ, അതുമായി അനുബന്ധിച്ച് വരാവുന്ന എല്ലാ ഘടകങ്ങളും ഉണ്ടാകും. ഇതെല്ലാം കൂടി ചേരുമ്പോഴേ എന്ത് വരുള്ളൂ? ഒരു എക്കോസിസ്റ്റം നമുക്ക് എൻ്റർപ്രണറിയൽ എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ? അപ്പോൾ അതിൽ സമൂഹമുണ്ട്, പീപ്പിൾ ഉണ്ട്, കസ്റ്റമേഴ്സ് ഉണ്ട്, സപ്ലയേഴ്സ് ഉണ്ട്. ക്ലിയർ? അതുപോലെ ഗവൺമെൻറ്റോ അതോറിറ്റീസോ, അല്ലേ, അതുപോലെ തന്നെ ലെൻഡേഴ്സും ഫിനാൻഷ്യൽസും, ക്ലിയർ, സപ്ലയേഴ്സും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് വരിക. ക്ലിയർ? സോ ഇതിനെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊരു സെറ്റായിട്ട് പറയുമ്പോൾ അതിനെ എക്കോസിസ്റ്റം എന്ന് പറയാൻ പറ്റും. ഓക്കെ, ആ എക്കോസിസ്റ്റത്തിനാണ് എൻ്റർപ്രണർ എന്ത് ചെയ്യുന്നത്? ഒരു എൻ്റർപ്രൈസിനെ ബിൽഡപ്പ് ചെയ്ത് വരുന്നത്, അതിനെ നർച്ചർ ചെയ്ത് വരുന്നത്, അതിനെ കോ എക്സിസ്റ്റ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ക്ലിയർ? ഇനി നമുക്കത് അറിയാം, ഒരു എൻ്റർപ്രൈസസിൻ്റെ ഒറിജിനേഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, അല്ലേ, അതിനൊരു പ്രോജക്റ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അല്ലേ, നമുക്ക് എന്തെല്ലാമായിട്ട് പ്രധാനമായിട്ട് വരിക? ഇഫ് എൻ്റർപ്രൈസ്, അല്ലേ, ഒരു എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കൊരു പ്രോജക്റ്റാക്കി പറയുകയാണെങ്കിൽ, എന്താ പ്രോജക്റ്റ്? ബിസിനസ് പ്രോജക്റ്റാക്കി പറയുകയാണ്. അപ്പോൾ എന്താണ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ? ഒരു ബിസിനസ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ, അല്ലേ, ബിസിനസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന, ബിസിനസ്സിലൂടെ റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അല്ലേ, ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ബിസിനസ് ഐഡിയ, അതിന് നമ്മൾ എന്ത് പറയും? ഒരു പ്രോജക്റ്റ് എന്ന് പറയും. ക്ലിയർ? ഒരു പ്രോജക്റ്റിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതോടുകൂടി ഇത് ടെമ്പററി, അല്ലേ, ഒരു ഈവൻ്റ് ആണത്. ക്ലിയർ? സോ ഇറ്റ് ഈസ് എ ടെമ്പററി എൻഡെവർ undertaken for a specific purpose. A creation of a business ആവാം, creation of a unit ആവാം, production of a, അല്ലേ, പ്രോഡക്റ്റ് ആവാം, മാനുഫാക്ചറിങ് ഓഫ് എ പ്രോഡക്റ്റ് ആവാം, പ്രൊവിഷൻ ഓഫ് എ സർവീസ് ആവാം, എന്തും ആവാം. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ഒരു ടെമ്പററി എൻഡെവർ അണ്ടർടേക്കൻ ഫോർ എ സ്പെഷ്യൽ പർപ്പസ്, സ്പെസിഫിക് പർപ്പസ്. ക്ലിയർ? ദാറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു മേക്ക് പ്രോഫിറ്റ്. ക്ലിയർ? ഓർ റിട്ടേൺ ഫ്രം ദാറ്റ്. അതിൽ നിന്ന് നമ്മളൊരു വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ, ക്ലിയർ, നമ്മളതിനെ പ്രോജക്റ്റ് എന്ന് പറയും. ഇനി ഈ പ്രോജക്റ്റ്
ഇംപ്ലിമെൻറ്റ് ചെയ്ത ശേഷം തന്നെ പ്രോജക്റ്റ് എന്ന് പറയുമോ? ഇല്ല. ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻഡസ്ട്രിയാണ്, ബിസിനസ്സാണ്, അല്ലേ, ഒരു യൂണിറ്റാണ്, എൻ്റർപ്രൈസാണ്. അപ്പോൾ എൻ്റർപ്രൈസായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിനെന്ത് പറയും? നമ്മൾ പ്രോജക്റ്റ് എന്ന് പറയും. ക്ലിയർ? അതുകൊണ്ട് പ്രോജക്റ്റ് എന്ത് ചെയ്യുന്നു? പ്രോജക്റ്റ് വിൽ ഹാവ് എ ഡെഫിനിറ്റ് സ്റ്റാർട്ടിങ് ആൻഡ് ഡെഫിനിറ്റ് എൻഡ്. ഒരു പ്രോജക്റ്റിന് ഒരു ഡെഫിനിറ്റ് ആയിട്ട് സ്റ്റാർട്ട് പോയിന്റ് ഉണ്ടാവും, ഒരു എൻഡ് പോയിന്റ് ഉണ്ടാവും. അത് എവിടെ നിന്ന് തുടങ്ങുന്നു? ഒരു ഐഡിയ ജനറേഷൻ, ഒരു പ്രോജക്റ്റിൻ്റെ ഐഡിയ ജനറേഷൻ, പ്ലാനിങ് സ്റ്റേജ്, അവിടെ നിന്ന് തുടങ്ങുന്നു. ക്ലിയർ? ആ ഐഡിയ നമ്മൾ എങ്ങനെ മെറ്റീരിയലൈസ് ചെയ്യാൻ നോക്കി, അല്ലേ, അതിനാവശ്യമുള്ള സ്കാനിങ് ചെയ്ത് റിപ്പോർട്ടുകൾ തയ്യാറാക്കി, ഫീസിബിലിറ്റി നോക്കി, മാർക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കി, അല്ലേ, ക്യാപിറ്റൽ എവിടെ നിന്ന് പ്രൊക്യൂർ ചെയ്യാൻ നോക്കി. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനനുസരിച്ച് ക്യാപിറ്റൽ പ്രൊക്യൂർ ചെയ്തു, ഫണ്ട് റേസ് ചെയ്തു, എന്നിട്ട് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ലാൻഡ് വാങ്ങിച്ചു, ലെവൽ ചെയ്തു, ബിൽഡിംഗ് കെട്ടി, പ്ലാന്റ് ആക്കി, മെഷീനറി കൊണ്ടുവന്നു, സെറ്റ് ചെയ്തു. ക്ലിയർ? ഇത്രയൊക്കെ ചെയ്യുമ്പോഴേക്കും എന്തായി? അത് വർക്കിംഗ് കണ്ടീഷനിലായിട്ട് മാറി. വർക്കിംഗ് കണ്ടീഷനിലായിട്ട് മാറിക്കഴിഞ്ഞാൽ പ്രോജക്റ്റും കഴിഞ്ഞു. ക്ലിയർ? സോ വാട്ട്സ് എ പ്രോജക്റ്റ്? അപ്പോൾ ഒരു ടെമ്പററി എൻഡവർ. എന്തിനു വേണ്ടി? നമ്മൾ ഒരു ബിസിനസ് യൂണിറ്റിനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, എമർജൻസിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ എന്തെല്ലാം ആക്ടിവിറ്റീസ് എടുക്കുന്നു, അതിനെല്ലാം കൂടെ ചേർത്ത് നമുക്ക് എന്ത് പറയാം? പ്രോജക്റ്റ് എന്ന് പറയാം. അത് ബിസിനസ് എസ്റ്റാബ്ലിഷിനോടുകൂടി പ്രോജക്റ്റ് കഴിഞ്ഞ് പിന്നീട് അത് എൻ്റർപ്രൈസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. ക്ലിയർ? സോ പ്രോജക്റ്റ് ഈസ് all those set of activity that are concerned with bringing an idea into a business unit. ഒരു പ്രോജക്റ്റ് ഐഡിയ അല്ലെങ്കിൽ ബിസിനസ് ഐഡിയയെ ഒരു യൂണിറ്റ് ആക്കി, എൻ്റർപ്രൈസ് ആക്കി കൊണ്ടുവരുന്നതിന് വേണ്ടി ഏറ്റെടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കൂടി ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് ഒരു പ്രോജക്റ്റ്. ക്ലിയർ? അങ്ങനെ ഒരു ബിസിനസ് ഐഡിയ ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് നമ്മൾ വ്യൂ ചെയ്യുന്നതെങ്കിൽ അതിൽ കുറേയധികം സ്റ്റെപ്സ് വരും. ക്ലിയർ? ഈ ഓരോ പ്രോജക്റ്റിനും നമ്മൾ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ? എന്താണ് ഈ മാനേജ് ചെയ്യേണ്ടി വരുന്നത്? കാരണം പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലേ, ഭാവിയിലുള്ള സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്, ബിസിനസ്സാണ് ചെയ്യാൻ പോകുന്നത്, റിസ്കി ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ക്യാപിറ്റൽ, നമ്മുടെ ഇപ്പോഴത്തെ ക്യാപിറ്റലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ലോങ് ടേം ആയിരിക്കും, അല്ലേ, അതിനെ പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല. വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, പിന്നീട് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. ക്ലിയർ? ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഇങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് ക്ലിയർ, പ്രോജക്റ്റ് വളരെയധികം സൂക്ഷ്മമായി ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ്. ക്ലിയർ? അപ്പോൾ അതൊരു പ്രോജക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഐഡിയ ജനറേറ്റ് ചെയ്യണം, അല്ലേ? അപ്പോൾ ഒരു പ്രോജക്റ്റ് ഐഡിയ ജനറേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രോജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ. നമുക്ക് എവിടെയൊക്കെയാണ് പ്രോജക്റ്റ് ഉള്ളത്, എന്തൊക്കെയാണ് പ്രോജക്ട്സ് ഉള്ളത്, ഏതെല്ലാം ബിസിനസ് ചെയ്യാം, എന്തെല്ലാം ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് നോക്കണം, അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ എൻവയോൺമെൻറ്റ് സ്കാൻ ചെയ്യണം, പ്രോജക്റ്റ് ഐഡിയ മുഴുവൻ എന്ത് ചെയ്യണം? ജനറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള എല്ലാ പ്രോജക്റ്റും നമുക്ക് സ്യൂട്ടബിൾ ആയിരിക്കില്ല. കുറേ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. ഒരാൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി പോകാമെന്ന് വിചാരിക്കുക, അല്ലേ, ഇപ്പോൾ നമ്മൾ 100 രൂപ കൊടുത്ത് നീ പോയി കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് വാങ്ങിക്കും? അപ്പോൾ 100 റുപ്പീസിന് കിട്ടുന്ന ഒട്ടനവധി സാധനങ്ങളുണ്ടാവും, അല്ലേ, തിങ്സ് ഉണ്ട്, ആർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യണം? നമുക്ക് 100 രൂപയ്ക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഒരെണ്ണം വാങ്ങിക്കണം. അതുപോലെ തന്നെയാണ് ഇവിടെയും. നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ, നമുക്ക് കുറേയധികം ഓപ്പർച്യൂണിറ്റി ബിസിനസ് എൻവയോൺമെൻറ്റിൽ കിട്ടും. ക്ലിയർ? ഈ എല്ലാ ഓപ്പർച്യൂണിറ്റി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നല്ലതായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തിരഞ്ഞെടുക്കണം. അപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേയധികം പ്രോജക്റ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എങ്ങനെയാണ് ഈ അൺവാണ്ടഡ് പ്രോജക്റ്റ് ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ നിശ്ചയിക്കുക? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായി നമ്മൾ ചെറിയൊരു അസംഷൻസോ അല്ലെങ്കിൽ ചെറിയ ഒരു വ്യൂസ് നമ്മൾ എടുക്കുന്നു. ക്ലിയർ? എന്താണ് അസംഷൻസ് നമ്മൾ എടുക്കുക? ഓക്കെ, നമ്മൾ റിട്ടേൺ, നമുക്ക് മിനിമം ഇത്ര റിട്ടേൺ കിട്ടുന്ന ഒരു ബിസിനസ്സാണ് തുടങ്ങുന്നത്. ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ഒരാൾ പറയുമ്പോൾ നമ്മൾ പറയുന്നു, അല്ലേ, എങ്കിൽ എത്ര റിട്ടേൺ ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അല്ലേ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിന് എത്ര റിട്ടേൺ പ്രതീക്ഷിക്കുന്നു, അല്ലേ? അപ്പോൾ ഒരു റിട്ടേൺ പ്രതീക്ഷിക്കാതെ ബിസിനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾ റിട്ടേൺ എന്താണ്? ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരാൾ പറഞ്ഞു അത് 15% റിട്ടേൺ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 15% കുറവ് റിട്ടേൺ വരുന്ന പ്രോജക്റ്റുകളെ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ മാറ്റാം. സോ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള പ്രോജക്റ്റിൽ നിന്നും അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുന്നു, എലിമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് പറയുന്ന പേരാണ് സ്ക്രീനിങ്, അല്ലേ? നമ്മൾ മൂവി സ്ക്രീനിങ്ങിനെ കുറിച്ച് കേട്ടില്ലേ? ഒരു മൂവി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള കണ്ടൻസ്, അൺഡിസൈറബിൾ ആയിട്ടുള്ള കണ്ടൻസ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യും? നമ്മൾ ഒഴിവാക്കും. അങ്ങനെ ഒഴിവാക്കുന്നതിന് എന്താ പറയുക? സ്ക്രീനിങ്. അതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു പ്രോജക്റ്റ് ഐഡിയ, കുറേ നമുക്ക് പ്രോജക്റ്റ് ഐഡിയകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ളതിനെ നമ്മൾ ഒഴിവാക്കുന്നു. അപ്പോൾ റിസ്കിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടോ റിട്ടേണിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറയുന്നത് സോഷ്യോ കൾച്ചറൽ വാല്യൂസിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ എന്ത് ചെയ്യുന്നു? അതിനെ ചിലതിനെയൊക്കെ ഒഴിവാക്കുന്നു. ക്ലിയർ? ഇപ്പോൾ ഇതിന് പ്രോജക്റ്റ് സ്ക്രീനിങ് എന്ന് പറയും. അപ്പോൾ പ്രോജക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യും, പ്രോജക്റ്റിനെ സ്ക്രീൻ ചെയ്യും. ഇങ്ങനെ സ്ക്രീൻ ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു അനാലിസിസിന് വിധേയമാക്കും. ക്ലിയർ? ഇപ്പോൾ പ്രോജക്റ്റിനെ അനലൈസ് ചെയ്യുന്നു. ക്ലിയർ? ഇപ്പോൾ പ്രോജക്റ്റ് അനാലിസിസോ പ്രോജക്റ്റ് സ്റ്റഡിയെന്നോ അല്ലെങ്കിൽ ഒക്കെ നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെ ഈ പ്രോജക്റ്റുകളെയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും? പഠിക്കും. ക്ലിയർ? അപ്പോൾ അവിടെ നമ്മൾ എന്ത് പഠിക്കുക? പ്രോജക്റ്റിൻ്റെ ഫീസിബിലിറ്റി പഠിക്കും. ക്ലിയർ?
അപ്പോൾ അല്ലെങ്കിൽ പ്രോജക്റ്റിൻ്റെ വ്യത്യസ്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കും. അത് ടെക്നിക്കലി പോസിബിൾ ആണോ, ടെക്നിക്കലി ഫീസിബിൾ ആണോ, എക്കണോമിക്കലി വയബിൾ ആണോ, പ്രോഫിറ്റബിൾ ആണോ, കൊമേഴ്ഷ്യലി അതിന് സാധ്യതയുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു പഠിക്കും. അപ്പോൾ അതിനാവശ്യമായുള്ള ഡാറ്റ കളക്ട് ചെയ്യും. ക്ലിയർ? ആ കളക്ട് ചെയ്ത ഡാറ്റ അനലൈസ് ചെയ്യും. ആ അനലൈസ് ചെയ്തുള്ള ഡാറ്റ മുഴുവൻ എന്ത് ചെയ്യും, നമ്മൾ കോഡിഫൈ ചെയ്യും. ക്ലിയർ? ഇതിനൊക്കെ നമ്മൾ പറയുന്ന പേരാണ് പ്രോജക്റ്റ് ഫോർമുലേഷൻ എന്നൊക്കെ പറയും. ക്ലിയർ? ഒരു പ്രോജക്റ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോർമുലേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. ക്ലിയർ? അപ്പോൾ ബേസ് കിട്ടിയിട്ടുള്ള ഐഡിയ നമ്മൾ പ്രോജക്റ്റുകളാക്കി അതിന് മാറ്റുന്നു. ക്ലിയർ? ഒരു പ്രോജക്റ്റ് ഐഡിയ ആയിട്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ഐഡിയ നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്ത് വയ്ക്കും. ഓക്കെ, ഈ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടുള്ള ഫോർമുലേഷൻ ജനറേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ അപ്രൈസൽ ചെയ്യണം, വിലയിരുത്തണം. ക്ലിയർ? അപ്പോൾ ഈ പ്രോജക്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, വിലയിരുത്തും, തറവായിട്ട് അനലൈസ് ചെയ്യും. കോസ്റ്റ് ബെനിഫിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഒക്കെ ചെയ്ത് ഓരോ പ്രോജക്റ്റിൻ്റെയും അത് ചെയ്യണോ, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ നോക്കും. ക്ലിയർ? അപ്പോൾ ഇതിനെ നമ്മൾ പ്രോജക്റ്റ് അപ്രൈസൽ എന്നൊക്കെ പറയും. ക്ലിയർ? ഇങ്ങനെ പ്രോജക്റ്റ് അപ്രൈസൽ വിലയിരുത്തലും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലൊരു പ്രോജക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ക്ലിയർ? ചില പ്രോജക്റ്റൊക്കെ നമുക്ക് ഒഴിവാക്കാം, ചില പ്രോജക്റ്റൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബേസ്ഡ് അപ്പോൺ അവർ റിക്വയർമെൻറ്റ്. ക്ലിയർ? നമ്മുടെ ഫണ്ടിൻ്റെ എത്രമാത്രം ഫണ്ട് നമുക്ക് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ എത്രമാത്രം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോജക്റ്റിനെ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യും. ക്ലിയർ? അപ്പോൾ പ്രോജക്റ്റ് സെലക്ഷൻ എങ്ങനെ ചെയ്യണം? അപ്പോൾ കുറേയധികം ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്, കുറേ ടൈപ്പ് ഓഫ് പ്രോജക്റ്റുകളൊക്കെ ഉണ്ട്. ക്ലിയർ? ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രോജക്റ്റുകൾ നമുക്ക് എടുക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ അതിനെ ഇൻഡിപെൻഡൻറ്റ് പ്രോജക്റ്റ് ആയിരിക്കും, ഓരോ പ്രോജക്റ്റും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, പക്ഷെ ചിലപ്പോൾ ചില സമയത്ത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോജക്റ്റ് എന്ന് പറയും. ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രോജക്റ്റ് എടുക്കാൻ പറ്റില്ല. ക്ലിയർ? അങ്ങനെയുള്ളൊരു കേസ് സിറ്റുവേഷൻ നമ്മൾ പറയുന്ന പേരാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അല്ലേ? ഇതെല്ലാം നിങ്ങൾ BNSലൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രോജക്ട്സ് വരുമ്പോൾ ദ സെലക്ഷൻ ഓഫ് വൺ പ്രോജക്റ്റ് വിൽ അൾട്ടിമേറ്റ്ലി ഓർ ഓട്ടോമാറ്റിക്കലി ലീഡ് ടു റിജക്ഷൻ ഓഫ് അതർ പ്രോജക്ട്സ്. Clear? Selection of one will automatically leads to the rejection of all other projects. അങ്ങനെ വരുന്ന സമയത്ത് തന്നെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോജക്റ്റ് ആണ്. അപ്പോൾ അതാണോ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് പ്രോജക്റ്റ് ആണോ എന്നൊക്കെ നോക്കി അതിനനുസരിച്ച് ഒരു പ്രോജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യും. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോജക്റ്റ്. അങ്ങനെ പ്രോജക്റ്റ് സെലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, പ്രോജക്റ്റിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ക്ലിയർ? ഇങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പ്രോജക്റ്റിനെ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രം മതിയോ? അപ്പോൾ എന്താ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക? ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ്റെ ഭാഗമായി പ്രോജക്റ്റിനെ വിലയിരുത്താൻ വേണ്ടി തന്നെ നമ്മൾ പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. Clear? We might have prepared a project report. ഈ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ഓരോന്നിൻ്റെ സ്റ്റേജസ്, സീക്വൻസ്, ക്ലിയർ, അതിൻ്റെ ഫ്ലോ ഓഫ് വർക്ക്, അതുപോലെ നെറ്റ്വർക്ക് ഡയഗ്രാം, ഒരു പ്രോജക്റ്റിൻ്റെ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെയുള്ള നെറ്റ്വർക്ക് എന്താണ്, അല്ലെ, ആക്ടിവിറ്റീസ് എന്തൊക്കെ പെർഫോം ചെയ്യണം, എന്തെല്ലാം ഈവൻറ്റ്സ് അതിലുണ്ടെന്നെല്ലാം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. ഇതെല്ലാം നോക്കിയിട്ട് എന്ത് ചെയ്യുക, പ്രോജക്റ്റിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോൾ കോസ്റ്റും ടൈമിനും അനുസരിച്ച്, കൺസ്ട്രെയിൻസ് അനുസരിച്ച് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇത്തരത്തിൽ ഇംപ്ലിമെൻറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലേ, ഈ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് ശരിയായിട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എന്ത് ചെയ്യണം, റിവ്യൂ ചെയ്യണം. ക്ലിയർ? അപ്പോൾ അങ്ങനെ പ്രോജക്റ്റ് ഇവാലുവേഷൻ എന്ന് പറയും. അപ്പോൾ അങ്ങനെ പ്രോജക്റ്റിന് നമ്മൾ ഫൈനലി എന്ത് ചെയ്യുന്നു, ഒരു പ്രോജക്റ്റ് റിവ്യൂ, ക്ലിയർ, ഒരു ഫീഡ്ബാക്ക് നമ്മൾ എടുക്കുന്നു, അല്ലെങ്കിൽ അസസ്മെൻറ്റ് ചെയ്യുന്നു. ക്ലിയർ? നമ്മൾ ഉദ്ദേശിച്ച പ്രോജക്റ്റ് അതിൻ്റെ പ്ലാനിങ് പോലെ തന്നെ നടന്നിട്ടുണ്ടോ, അതോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ നെക്സ്റ്റ് പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ ഇത്തരത്തിലുള്ള റിവിഷൻ കൂടെ ചെയ്യും. ക്ലിയർ? ഇവാലുവേഷൻ കൂടെ ചെയ്യും. ഇതെല്ലാം കൂടെ വരുന്നതാണ് ഒരു പ്രോജക്റ്റിൻ്റെ സീക്വൻസ് അല്ലെങ്കിൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റേജസ് എല്ലാം ഉൾപ്പെട്ടിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത്, അല്ലേ, ആദ്യം നോക്കൂടെ ജനറേഷൻ ഓഫ് പ്രോജക്റ്റ് ഐഡിയ. ഒരു പ്രോജക്റ്റ് ഐഡിയ നമ്മൾ ജനറേറ്റ് ചെയ്യേണ്ടേ വേണം. അങ്ങനെ ഒരു പ്രോജക്റ്റ് ഐഡിയ ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ സമയത്ത് നോർമലി നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്നൊരു പ്രശ്നം എന്താ, എവിടെ നിന്നാണ് നമുക്കൊരു പ്രോജക്റ്റ് ഐഡിയ കിട്ടുക, അല്ലേ, ഒരു സോഴ്സ് എന്തായിരിക്കും ഇതിൻ്റെ. ക്ലിയർ? എങ്ങനെയാണ് ഒരു പ്രോജക്റ്റിൻ്റെ ഐഡിയ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റുക. ക്ലിയർ? അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ സോഴ്സുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അതിന് പ്രോജക്റ്റ് ജനറേഷൻ, ക്ലിയർ, ജനറേറ്റിംഗ് ദ പ്രോജക്റ്റ് ഐഡിയ, ക്ലിയർ എന്ന് പറയാം. അപ്പോൾ അതിന് ലഭ്യമായിട്ടുള്ള പലതരത്തിലുള്ള സോഴ്സസ് ഉണ്ട്. ഓക്കെ, so therefore he has to first search for a business idea or opportunity and give practical shape to that idea. Clear? So emergence of a sound and workable, so that may be exploited. Clear? And that is sound and workable projects idea from the different sources are called project generation. കുറേ ഐഡിയ നിന്നും ഏറ്റവും സൗണ്ട് ആയിട്ടുള്ള വർക്കബിൾ ആയിട്ടുള്ളത്, അല്ലേ, ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്ക്രീനിങ് കഴിഞ്ഞിട്ട് ശേഷം വരുന്ന പ്രോജക്റ്റ് ജനറേഷൻ, ഫോർമുലേഷൻ എന്നൊക്കെ നമ്മൾ പറയും. ക്ലിയർ? സോ ദ ഐഡിയ ഷുഡ് ബി
sound and workable, clear, feasible ആയിരിക്കണം, so that it may be exploited, it may be made to use, clear, put to use. So further the idea can be converted into business project, അല്ലേ, ഒരു ബിസിനസ് മോഡലായിട്ട് അതിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം, അതിന് നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റണം, ക്ലിയർ. So looking at the words of Subhash Chandra Bose, in this world everything perishes and will perish, but ideas, ideal and dreams do not എന്ന് സുഭാഷ് ചന്ദ്രബോസ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ക്ലിയർ. ഇപ്പോൾ ഈ അല്ലേ, എല്ലാ കാര്യങ്ങളും നമ്മുടെ ലോകത്ത് നശ്വരമാണ്, പക്ഷേ ചില ഐഡിയാസൊന്നും, ചില ഐഡിയൽസും, അല്ലെ, നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ചില ആദർശങ്ങളും ചില ഐഡിയാസും അതുപോലെ ഡ്രീംസും ഒന്നും എന്ത് ചെയ്യുന്നില്ല, ദേ വിൽ നോട്ട് പെരിഷ്, ക്ലിയർ. അതങ്ങനെ പെർസിസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അത് അങ്ങനെ അത് പറയാൻ വേണ്ടി സുഭാഷ് ചന്ദ്രബോസ് വാർ ടൈമിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ക്ലിയർ, സെക്കൻഡ് വേൾഡ് വാർ ടൈമിലൊക്കെ. ഓക്കെ, so generation of a project idea is a part of identification of project, clear. പ്രോജക്റ്റ് ഐഡന്റിഫിക്കേഷനും ഭാഗമായിട്ടുള്ള ഒരു ഘടകമാണ് ഇത്, ക്ലിയർ. അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മൾ പ്രോജക്റ്റ് ഐഡിയയുടെ സോഴ്സസിനെ കുറിച്ച് എന്ത് ചെയ്യണം, നോക്കണം, ക്ലിയർ. എവിടെ നിന്നൊക്കെയാണ് നമുക്ക് പ്രോജക്റ്റ് ഐഡിയ കിട്ടുക, ക്ലിയർ. സോ വാട്ട് ആർ ദ സോഴ്സസ് ബൈ വിച്ച് ഓർ ഫ്രം വിച്ച് വി ക്യാൻ ഗെറ്റ് സർട്ടൻ ഐഡിയ, അല്ലേ. അപ്പോൾ അതിന് പലതരത്തിലുള്ള സോഴ്സസ് ഉണ്ട്, നമ്മൾ തന്നെ നേരത്തെ നോക്കിയിട്ടുണ്ടാവും, നമ്മൾ പഠിച്ചിട്ടുണ്ട്, പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അല്ലേ. ഈ പ്രോജക്റ്റിൻ്റെ ഐഡിയ പ്രൊവൈഡ് ചെയ്യുന്ന ഒട്ടനവധി ഏജൻസീസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോജക്റ്റ് ഐഡിയാസ് നമുക്ക് ലഭിക്കും, അല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് സോഴ്സസിനെ കുറിച്ചാണ് ഇവിടെ തന്നിരിക്കുന്നത്, ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം, അല്ലേ. സോ വാട്ട് ആർ ദി സോഴ്സസ് ഓഫ് പ്രോജക്റ്റ് ഐഡിയ, ക്ലിയർ. സോ ഐഡിയ കം ഫ്രം മെയിൻ സോഴ്സസ് സച്ച് ആസ് നമ്പർ 1 അവർ ഓൺ നീഡ്സ്, അല്ലേ. നീഡ് ഈസ് ദി, അല്ലേ, മദർ ഓഫ് ഇൻവെൻഷൻ എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, അല്ലേ. നെസസിറ്റി, നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് എങ്ങനെ നേടാം, അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള ആൾട്ടർനേറ്റീവ് എന്തെന്നൊക്കെ നോക്കുക, ക്ലിയർ. അതുകൊണ്ട് പലപ്പോഴും പറയാറുണ്ട് നെസസിറ്റി ഈസ് ദി ഇൻവെൻഷൻ ഓഫ്, അല്ലേ, ആ രീതിയിൽ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയും ഒരു നീഡ്, ഒരു ആവശ്യകതയാണ്, ക്ലിയർ, നമ്മൾ എന്തിനെ പ്രേരിപ്പിക്കുന്നത്, ഒരു ഇൻവെൻഷന്, അല്ലേ, ഒരു ഇന്നോവേഷന്, അല്ലെ, ഒരു പുതിയ ഐഡിയ, ഒരു പുതിയ പ്രോഡക്റ്റ്, ഒരു പുതിയ പ്രോസസ്സ്. അപ്പം നമ്മൾക്ക് തന്നെ ചില നീഡ് ഉണ്ടെന്ന് വിചാരിക്കുക, ആ നീഡിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അതിനുവേണ്ടി എന്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കാം, എന്ത് പ്രോസസ്സ് വേണം, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും, ക്ലിയർ. സോ അവർ ഓൺ ഐഡിയ നീഡ്സ് ഓഫൻ പ്രൊവൈഡ്സ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി. In 1984, Tom Hunter was an unemployed graduate in marketing and economics living in Ayrshire, Scotland, clear. So he liked to wear training shoes and found that there was no shoes shop around where he could see a good selection. So I noticed ക്ലിയർ. അപ്പോൾ ഒരു ഷൂസിൻ്റെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നൊരു ഇതാണ്, ക്ലിയർ. അപ്പോൾ ഒരാൾക്ക് ഷൂസ് വേണമെന്ന് പറഞ്ഞു, പക്ഷേ അയാൾക്ക് പറ്റുന്ന തരത്തിലുള്ള ഷൂസ് അവിടെ എവിടെയും കിട്ടുന്നില്ല. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക, അല്ലേ, എന്തുകൊണ്ടായിരിക്കും അത് ഇല്ലാത്തത്, അല്ലേ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അവൈലബിൾ ആക്കുക, ക്ലിയർ. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതൊരു വെഞ്ചറിലേക്ക് ലീഡ് ചെയ്യും, ക്ലിയർ. സോ ഹി ബൊറോഡ് മണി ഫ്രം ഹിസ് ഫാദർ and a bank to buy stock and render space for a retail group that had stores in Aberdeen, Leeds and Sunderland, clear. Then soon he had 50 such outlets. അപ്പോൾ ഒരു ബിസിനസ് സക്സസ് ആയിട്ട് പറയുകയാണ്, ക്ലിയർ. അപ്പോൾ ആദ്യം ഒന്നുമില്ലാത്തൊരു പ്ലേസിൽ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങി, പിന്നെ വീണ്ടും ഔട്ട്ലെറ്റുകൾ തുടങ്ങി 50ഓളം ഔട്ട്ലെറ്റുകളായിട്ട് പിന്നീട് ഇതായിട്ട് മാറുന്നു, ക്ലിയർ. സോ ദെൻ ഹി ഹാസ് സെറ്റ് അപ്പ് ഹിസ് ഓൺ ഷോപ്സ് ബൈ 1995 and he has now 45 with an annual sales of 36 million pound, clear. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് മറക്കുക, പക്ഷേ നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് എവിടെ ലഭിക്കുമെന്നതിനെ കുറിച്ച് ചിന്തിക്കും, അല്ലേ. അപ്പോഴാണ് നമുക്ക് ഇതൊരു ഐഡിയ ആയിട്ട് വരിക, ക്ലിയർ. അപ്പോൾ അത് അങ്ങനെ ഒരു ഐഡിയ ആയിട്ട് വരുമ്പോൾ നമ്മൾ ആ സോഴ്സസിനെ ടാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൊണ്ടുവരും, അല്ലേ. നമുക്കിപ്പോൾ ഒരു വീട് വെക്കണം, കുറച്ച് സാധനങ്ങൾ വേണം, നമ്മൾ നോക്കിയിട്ട് ഇവിടെ എവിടെയും കിട്ടുന്നില്ല, ഇവിടെയാണെങ്കിൽ കുറേയധികം ആളുകൾക്ക് അങ്ങനെ ഒരു നീഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഒരു ആവശ്യത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചില സോഴ്സസിൽ നിന്ന് അത് കൊണ്ടുവരും. അത് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് അത് കൊടുക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വെഞ്ചറായിട്ട്, ഒരു ബിസിനസ് യൂണിറ്റ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ക്ലിയർ. സോ അവർ ഓൺ ഐഡിയ, നീഡ്സ്, മാർക്കറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. മാർക്കറ്റ് തന്നെ ചിലപ്പോൾ എന്തായിട്ട് മാറും, അല്ലേ, ഒരു പ്രോജക്റ്റ് സോഴ്സസ് ആയിട്ട് മാറും. സോ കെയർഫുൾ ഒബ്സർവേഷൻ ഓഫ് ദി മാർക്കറ്റ് ക്യാൻ ബി
Clear? Very good example for revealing certain business idea. Clear? So observation is one of the most important sources of project idea. Marketing നിരീക്ഷിച്ചാൽ മാത്രം മതി അല്ലേ? Market surveys can also be revival. Clear? Reveal ഡിമാൻഡ് ആൻഡ് സപ്ലൈ കണ്ടീഷൻ അല്ലേ, എന്തുമാത്രം ഡിമാൻഡ് ഉണ്ട്, എന്തുമാത്രം സപ്ലൈ ഉള്ളൂ അല്ലേ, അതിനെ എങ്ങനെ നമുക്ക് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റും, ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് മാർക്കറ്റിനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പ്രോഡക്റ്റോ പ്രോസസ്സോ സർവീസുകളൊക്കെ കൊണ്ടുവരാം. സോ ഇറ്റ് ഈസ് നെസസറി ടു എസ്റ്റിമേറ്റ് future demand to customer anticipated changes in fashion, income level, technology, ഇതെല്ലാം നമുക്ക് മാർക്കറ്റിനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ സർവേസ് ഒക്കെ കണ്ടക്ട് ചെയ്യാം. ക്ലിയർ? നമ്പർ 3, സോഴ്സസ് സക്സസ് സ്റ്റോറീസ് ഓഫ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ നല്ല ബിസിനസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു മേഖലയിൽ സക്സസ് ആയിട്ടെന്ന് വിചാരിക്കുക. നോർമലി നമുക്ക് അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാൻ താല്പര്യം ഉണ്ടാവും അല്ലേ? അപ്പോൾ സക്സസ് സ്റ്റോറീസ് ഫ്രം അവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് വിൽ ഇൻസ്പയർ അസ് ടു സ്റ്റാർട്ട് എ ബിസിനസ്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രോജക്റ്റ് ഐഡിയ ആയിട്ട് മാറാം. ദെൻ പ്രോജക്റ്റ് പ്രൊഫൈൽ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് ഓഫ് കേരള അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റേഴ്സ്, അതുപോലെ തന്നെ EDP കണ്ടക്ട് ചെയ്യുന്ന കുറേയധികം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. ക്ലിയർ? അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന MSME മിനിസ്ട്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുറേയധികം പ്രോഡക്റ്റുകൾക്ക് പ്രോജക്റ്റ് പ്രൊഫൈലുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്തെല്ലാം മെറ്റീരിയൽസ് അതിന് വേണം, അതിൻ്റെയൊക്കെ കോസ്റ്റ് എത്രയായിരിക്കും. ക്ലിയർ? അതുപോലെ തന്നെ അത് വിൽക്കുകയാണെങ്കിൽ എന്ത് സെല്ലിംഗ് പ്രൈസിൽ വിൽക്കാൻ പറ്റും, എത്ര റവന്യൂ കിട്ടാൻ സാധ്യതയുണ്ട്, പ്രോഫിറ്റ് എത്ര കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എസ്റ്റിമേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പ്രോജക്റ്റ് പ്രൊഫൈൽ എന്നാണ് അതിന് പറയുക. എ ബ്രീഫ് അക്കൗണ്ട് ഓഫ് എ പ്രോജക്റ്റ് ഐഡിയ. ക്ലിയർ? അത് ഓൾറെഡി തിങ്ക് ചെയ്തിട്ട് അവർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, EDP ട്രെയിനിങ്ങിന് വേണ്ടിയാണ്, എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രോസ്പെക്റ്റ് ആയിട്ടുള്ള എൻ്റർപ്രണേഴ്സിന് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയുള്ള പ്രോജക്റ്റ് പ്രൊഫൈൽ നെറ്റിൽ പോലും അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള ചില പ്രൊഫൈൽസ് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ വായിക്കുകയും അല്ലേ, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കുകയും, ഇതൊക്കെ ഫ്രീലി അവൈലബിൾ ആണ് വെബ്സൈറ്റ്. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലൂടെ അല്ലേ നമുക്ക് ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും. ക്ലിയർ? അതെങ്ങനെ തുടങ്ങണം, എങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാനൊക്കെ ഐഡിയ കിട്ടും. അതോടൊപ്പം ഒരു പ്രോജക്റ്റ് ഐഡിയ, ഒരു ബിസിനസ് ഐഡിയ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. Then project profile prepared by institution. Then next one is trade fairs and exhibition. അല്ലേ, ഇടയ്ക്കിടയ്ക്ക് നമുക്കറിയാം അല്ലേ, ട്രേഡ് ഫെയർ എക്സിബിഷൻ ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് കുറേയധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബിസിനസ് ഫേമുകളൊക്കെ അവിടെ വന്ന് അവരുടെ പ്രോഡക്റ്റും സർവീസുകളൊക്കെ എന്ത് ചെയ്യും, അവിടെ ഷോക്കേസ് ചെയ്യും. അപ്പോഴാണ് നമുക്കറിയാം, നമ്മളതൊക്കെ കാണുമ്പോഴായിരിക്കും നമുക്ക് നമ്മുടെ സ്ഥലത്ത് ഇങ്ങനൊന്നും ഇല്ലല്ലോ അല്ലേ. അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലേ, നമുക്കിവിടെ നമ്മുടെ സ്ഥലത്ത് ഇതൊന്ന് വാങ്ങിച്ചുകൊണ്ട് വയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഷോറൂം തുടങ്ങുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടാവുമല്ലോ നമുക്ക് തോന്നുന്നു. ക്ലിയർ? ഇപ്പോൾ ട്രേഡ് ഫെയേഴ്സ്, എക്സിബിഷൻസ്, അതൊക്കെ ഒരു ഈ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ്. മാത്രമല്ല ഒരു ഇൻസ്പിറേഷണൽ ആസ്പെക്ട് ഫോർ ജനറേറ്റിംഗ് പ്രോജക്റ്റ് ഐഡിയ. ക്ലിയർ? ഒരു ഐഡിയ നമുക്ക് ജനറേറ്റ് ചെയ്യാനിലൂടെ കഴിയും. ഓക്കെ. Then trade professional journals, trade and professional journals, trade journals, professional journals, ഇതെല്ലാം ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടുള്ള, ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുള്ള, ട്രേഡോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെക്നോളജി, എമർജിങ് ആയിട്ടുള്ള പ്രോഡക്ട്സ്, സർവീസസ്, ടെക്നോളജി, പ്രോസസ്സുകൾ, ഇതെല്ലാം എന്ത് ചെയ്യാറുണ്ട്, അവർ ഈ ജേണലുകളിൽ കുടിക്കാറുണ്ട്. അതുപോലെ തന്നെ അവർ തന്നെ ഈ ജേണലിൻ്റെ ഭാഗമായിട്ട് തന്നെ പ്രോജക്റ്റ് ഐഡിയാസ് ഒക്കെ സപ്ലൈ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ട്രേഡ് ജേണൽസ്, പ്രൊഫഷണൽ ജേണൽസ് ഒക്കെ വായിക്കപ്പെടും. നമുക്ക് എന്ത് കിട്ടും, വി വിൽ ഗെറ്റ് സർട്ടൺ ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദി പ്രോജക്ട്സ്. ഓക്കെ, പ്രോഡക്ട്സ്, പ്രോസസ്, സർവീസസ്. അപ്പോൾ അതൊരു ഐഡിയ ആയിട്ട് കൊണ്ടുവരാം. ദെൻ പ്രോസ്പെക്റ്റീവ് കൺസ്യൂമേഴ്സ് അല്ലേ, കൺസ്യൂമേഴ്സ് തന്നെയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം അല്ലേ. നമ്മൾ മാർക്കറ്റിങ്ങിലൊക്കെ പറയാറില്ലേ, മാർക്കറ്റിംഗ് ബിഗിൻസ് ആൻഡ് എൻഡ്സ് വിത്ത് കൺസ്യൂമേഴ്സ് എന്നാണ് പറയാം. ക്ലിയർ? സോ ഇറ്റ് ഇസ് എ ട്രൂയിസം ദാറ്റ് മാർക്കറ്റിംഗ് ഈസ് ബിഗിനിങ് വിത്ത് കൺസ്യൂമർ ആൻഡ് ആൾസോ എൻഡിങ് വിത്ത് കൺസ്യൂമർ. മാർക്കറ്റിംഗ് തുടങ്ങുന്ന തന്നെ കൺസ്യൂമറിനെ കുറിച്ച് നോക്കിയിട്ടാണ്, അവർക്ക് എന്ത് വേണം, എന്ത് പ്രോഡക്റ്റ് അവർ ആഗ്രഹിക്കുന്നു, ഏത് വിലയ്ക്ക് ആഗ്രഹിക്കുന്നു അല്ലെ, ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മളൊരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ വി ക്യാൻ ബിഗിൻ ഫ്രം കൺസ്യൂമേഴ്സ് അല്ലേ. കൺസ്യൂമേഴ്സിൻ്റെ പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സിൻ്റെ നീഡ് എന്താണ്, അവരുടെ ഇപ്പോഴത്തുള്ള കറണ്ട് നീഡ് എന്താ, അത് സാറ്റിസ്ഫൈ ഉള്ള പ്രോഡക്റ്റ് ഉണ്ടോ, അവരെന്ത് ആഗ്രഹിക്കുന്നു ഇല്ല, ആ രീതിയിൽ നമ്മൾ സർവേ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാൻ പറ്റും, നമുക്കൊരു പുതിയ പ്രോഡക്റ്റിനെ കുറിച്ചോ മോഡിഫിക്കേഷനെ കുറിച്ചോ ഇന്നോവേഷനെ കുറിച്ചൊക്കെ ഐഡിയ കിട്ടും. ക്ലിയർ? അതുപോലെ കസ്റ്റമേഴ്സിനിടയിൽ സർവേ നടത്തി കഴിഞ്ഞാൽ ഐഡിയ കിട്ടും. സോ ഡെവലപ്മെൻറ്റ് ഓഫ്
ഡെവലപ്മെൻറ്റ്സ് ഇൻ അതർ നേഷൻ, മറ്റുള്ള രാജ്യങ്ങളിൽ വരുന്ന ഡെവലപ്മെൻറ്റ്സ് പലപ്പോഴും ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ഒരു പ്രചോദനമാണ് അല്ലേ. വിദേശ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഡെവലപ്ഡ് നേഷൻസിൽ ആദ്യം ചിലപ്പോൾ ടെക്നോളജി ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോഴാണ് നമുക്കിവിടെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ അല്ലേ, അപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യുക. സോ ഫോർ എക്സാമ്പിൾ പെട്ട മൊബൈൽ ടെക്നോളജി ഒക്കെ വന്ന സമയത്ത് നമുക്കറിയാം ആദ്യം നമ്മുടെ രാജ്യത്ത് മൊബൈൽ ഫോണൊന്നും ഇല്ല അല്ലേ. വിദേശ രാജ്യങ്ങളിൽ അഡ്വാൻസ് നേഷൻസിലൊക്കെ അതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്തുകൊണ്ട് നമുക്കവിടെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അങ്ങനെയുള്ള ഷോറൂമുകളും അങ്ങനെയുള്ള കമ്പനികളും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സും ഒക്കെ വരുന്നത്. ദെൻ 2G ഫോണുകളൊക്കെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ സമയത്ത് തന്നെ വിദേശ രാജ്യങ്ങൾ USA, ജപ്പാൻ അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ 3G ഫോണുകളും 3G സർവീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് വീണ്ടും നമ്മൾ ആലോചിക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് ഇവിടെ 2G മാത്രമല്ല എന്തുകൊണ്ട് 3G ആയിക്കോട്ടെ. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, അതിനെക്കുറിച്ച് തിങ്ക് ചെയ്തു. അതിനനുസരിച്ച് പ്രോഡക്റ്റുകളൊക്കെ മാറി. 2Gയുടെ നമ്മുടെ പഴയ ഫീച്ചർ ഫോണുകളൊക്കെ മാറി ഇപ്പൊക്കെ സ്മാർട്ട് ഫോണുകളായിട്ട് മാറി. ക്ലിയർ. അതുപോലെ വീണ്ടും 4G വരുന്നു, 5G വരുന്നു അല്ലേ. ഇങ്ങനെ വിദേശ രാജ്യങ്ങളിലുള്ള ഡെവലപ്മെൻറ്റ്സ് വരുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെയും ഐഡിയ ഉണ്ടാവും. ക്ലിയർ. അപ്പോൾ ഇങ്ങനെ ഡെവലപ്മെൻറ്റ്സ് ഇൻ അതർ നേഷൻ ക്യാൻ ബി അനദർ സോഴ്സസ് ഓഫ് ബിസിനസ് ഐഡിയ. ക്ലിയർ. ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഐഡിയാസ് പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലിയർ. സോ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ഏജൻസീസ് ഇൻ ദ ഫീൽഡ് ഓഫ് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്, discovering and evaluating business idea, and development banks, state industrial corporations, technological consultancy organizations, clear, investment centers, export promotion council, ഇവർക്കൊക്കെ ചില പ്രോജക്റ്റ് ഐഡിയ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അവർക്ക് അവരുടെ കയ്യിൽ പ്രൊഫൈൽസ് ഉണ്ടാവും. ക്ലിയർ. അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്ത് ഉപയോഗിക്കാം, പ്രോജക്റ്റ് ഐഡിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. ദെൻ റിസർച്ച് ഓർഗനൈസേഷൻ, നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ആയിട്ട് പ്രവർത്തിക്കുന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട് അല്ലേ. R&D ഓർഗനൈസേഷൻ, അവരൊക്കെ എന്ത് ചെയ്യുന്നു, ഇൻഡസ്ട്രിയൽ റിസർച്ച്, പ്രോഡക്റ്റ് റിസർച്ച് ഒക്കെ ചെയ്യുന്നുണ്ട്, കൺസ്യൂമർ റിസർച്ച് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് എന്ത് ചെയ്യാം, ഇൻപുട്സ് വാങ്ങിക്കുകയാണെങ്കിൽ അവർ പറയുക ഇന്നൊരു ടെക്നോളജി വന്നിട്ടുണ്ട് ഞങ്ങളിത് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ടെക്നോളജി ഉപയോഗിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോവിഡിന് ഒരു വാക്സിൻ നമ്മൾ കണ്ടുപിടിക്കുന്നു വിചാരിക്കുന്നു അല്ലേ. അപ്പോൾ കോവിഡ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ടീം ഡെവലപ്പ് ചെയ്ത ഒരു ഇത് തന്നെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, UK-യിലുള്ള ഒരു കമ്പനി അതിന് എന്ത് ചെയ്തത്, കോവിഡ് വാക്സിനായിട്ട് രൂപപരിണാമം ചെയ്തത്. അതുപോലെ തന്നെ അതിൻ്റെ വേർഷനാണ് ഇന്ത്യയിലൂടെ കോവിഷീൽഡായിട്ട് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം ഇങ്ങനെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പബ്ലിഷ് ചെയ്യുന്ന ചില ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ, റിസർച്ച് ഔട്ട്പുട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഇന്ത്യയിൽ ഇനി ഇതിനൊക്കെ വേണ്ടി ഇൻഡസ്ട്രിയൽ റിസർച്ചിന് വേണ്ടി ഓർഗനൈസേഷൻ തന്നെയുണ്ട് അല്ലേ. സെൻറ്റർ ഫോർ സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ CSIR എന്ന് പറഞ്ഞിട്ട് ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ വേറെയും ഒട്ടനവധി R&D ഓർഗനൈസേഷൻ ഉണ്ട്. അവരൊക്കെ എന്ത് ചെയ്യുന്നു, പ്രോഡക്റ്റുകളെ കുറിച്ചും പ്രോസസ്സുകളെ കുറിച്ചും ടെക്നോളജിയെ കുറിച്ചും ഒക്കെ ഇന്നോവേഷൻ നടത്തുകയും ഡിസ്കവറി നടത്തുകയും അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നു. അവിടെ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാനും കിട്ടും ഈ ടെക്നോളജി. ക്ലിയർ. സോ ഐറ്റംസ് റിസർവ്ഡ് ഫോർ എ സ്മോൾ സ്കെയിൽ യൂണിറ്റ്. നമുക്കറിയാം ഇന്ത്യയിൽ കുറച്ച് ഐറ്റംസ് സ്മോൾ സ്കെയിൽ യൂണിറ്റിൽ MSME യൂണിറ്റുകൾക്ക് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ, സ്മോൾ സ്കെയിൽ യൂണിറ്റുകൾക്ക് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിസ്റ്റ് നേരത്തെ ഉണ്ടായിരുന്നു. അത് 1000-ഓളം പ്രോഡക്റ്റുകളുടെ ലിസ്റ്റായിരുന്നു. അത് പിന്നീട് 700 ചില്ലറായിട്ട് മാറി, പിന്നീട് 400 ചില്ലറായിട്ട് മാറി. ഇപ്പോൾ അത് 20-ഓളം പ്രോഡക്റ്റുകളാണുള്ളത്. 10, 20 ഇങ്ങനെയായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. ക്ലിയർ. അപ്പോൾ എങ്കിലും കുറച്ച് പ്രോഡക്റ്റുകൾ ഇപ്പോഴും MSMEകൾക്ക് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ. അത് ലാർജ് സ്കെയിൽ എൻ്റർപ്രൈസസിന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളൊരു MSME സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സ്മോൾ ഇൻഡസ്ട്രിയാണ്, മൈക്രോ ഇൻഡസ്ട്രിയാണ് എങ്കിൽ MSMEക്ക് റിസർവ് ചെയ്തിട്ടുള്ള ഏതൊക്കെ പ്രോഡക്റ്റ് ഉണ്ടെന്ന് നോക്കുന്നു, അതിലേതെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ക്ലിയർ. അപ്പോൾ അതൊരു പ്രോജക്റ്റ് ഐഡിയ ആയിട്ട് നമുക്ക് പറയാം. ദെൻ സ്റ്റഡി ഓഫ് ഗവൺമെൻറ് പോളിസിയെ കുറിച്ച് പഠിക്കുക അല്ലേ. ഗവൺമെൻറ്റൊക്കെ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ഇന്ത്യ അല്ലേ, അങ്ങനെയൊക്കെ മേക്ക് ഇൻ ഇന്ത്യ, ലോക്കൽ ഫോർ വോക്കൽ അല്ലേ, വോക്കൽ ഫോർ ലോക്കൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറേ സ്ലോഗൻസ് ഉണ്ട്. ഇതൊക്കെ ഗവൺമെൻറ് പോളിസി ഡയറക്ഷനാണ്. ക്ലിയർ. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ അറിയാൻ പറ്റും, ഗവൺമെൻറ് എങ്ങനെ തിങ്ക് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള ഒരു ഇൻഡസ്ട്രി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ. സോ ഗവൺമെൻറ് പോളിസി, ബേസ്ഡ് ഓൺ ഗവൺമെൻറ് പോളിസി. ദെൻ യൂട്ടിലൈസേഷൻ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ. ചിലപ്പോൾ ഒരു ഇൻഡസ്ട്രിയോ ഒരു ബിസിനസ് യൂണിറ്റോ തള്ളുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ക്രാപ്പ് മെറ്റീരിയൽ ക്ലിയർ, അതിൻ്റെ ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അതിൽ നിന്നായിരിക്കും നമുക്കൊരു ഐഡിയ ഉത്ഭവിക്കുക. ക്ലിയർ. ഇതിനെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമുക്കൊരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ പ്രോസസ്സോ നിർമ്മിക്കാൻ കഴിയും അല്ലേ. നമുക്കറിയാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഷുഗർ കെയിൻ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന വേസ്റ്റ് ക്ലിയർ,
അതിൻ്റെ ജ്യൂസൊക്കെ എടുത്ത് നമ്മൾ ഷുഗർ ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്നതിൻ്റെ ചണ്ടിയൊക്കെ ഉണ്ടല്ലോ അല്ലെ, അതിന് മൊളാസിസ് എന്നൊക്കെ പറയും. അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് വേണമെങ്കിൽ കാറ്റിൽ ഫീഡ് വേണമെങ്കിൽ നിർമ്മിക്കാം, അല്ലെങ്കിൽ മൊളാസിസിനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് ആൽക്കഹോൾ സ്പിരിറ്റ് വേണമെങ്കിൽ ഉണ്ടാക്കാം. ക്ലിയർ? ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ആൽക്കഹോളിക് ഡ്രിങ്ക്സ് വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ ഒട്ടനവധി ആൾട്ടർനേറ്റീവ് യൂസസ് ചിലപ്പോൾ ബൈ പ്രോഡക്റ്റുകൾക്കോ വേസ്റ്റ് മെറ്റീരിയൽസിനൊക്കെ ഉണ്ടാവും. അതർവൈസ് അത് വേസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് എങ്ങനെ അതിനെ ഉപയോഗിക്കാൻ പറ്റും, പുനരുപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ അതിൻ്റെ ചെയ്യാം, അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അപ്പോഴും ഐഡിയ കിട്ടും. ക്ലിയർ? ബ്രെയിൻ സ്റ്റോമിങ് സെഷൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് എക്സ്പേർട്സിനെ വിളിച്ച് ഇരുത്തി ക്ലിയർ അവർക്കൊരു ടോപ്പിക് കൊടുത്ത് നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നതിന് എന്ത് ചെയ്യാമെന്നതിനെ കുറിച്ച് എന്ത് ചെയ്യുക, ഒരു ബ്രെയിൻ സ്റ്റോമിങ് സെഷൻ നടത്താം. ക്ലിയർ? ഇപ്പോൾ പല ഭാഗത്തുള്ള ഐഡിയാസ് വരും, ഒരു പ്രോബ്ലം സോൾവിങ് സെഷൻ പോലെ. ക്ലിയർ? നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം നമ്മുടെ എക്കണോമിക് സൊസൈറ്റിയിലുണ്ട്, കൺസ്യൂമേഴ്സിൻ്റെ ഇടയിലുണ്ട്, കൺസ്യൂമേഴ്സിന് ഇങ്ങനെ ഒരു ആവശ്യകതയുണ്ട്, അവർക്കത് ഫുൾഫിൽ ചെയ്യുന്നില്ല, അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ കുറേ ഒപ്പീനിയൻ പറയാം, അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു ഐഡിയ കിട്ടും, ഓക്കെ ഇന്നത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ബ്രെയിൻ സ്റ്റോമിങ് സെഷൻ ചെയ്യാം. ദ നെക്സ്റ്റ് വൺ ഈസ് ഹോബീസ്. ചിലപ്പോൾ ചില ആളുകളുടെ സമയത്തുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലേ, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെ ഒരു ഹോബി ആയിട്ട് മാറിയിട്ടുണ്ട് ചില കേസസിൽ, അല്ലേ. അപ്പോൾ ആ ഹോബീസിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അതിനനുസരിച്ചുള്ള സ്കില്ലൊക്കെ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാൻ, ദേ ക്യാൻ ഡെവലപ്പ് ആൻ എൻ്റർപ്രൈസ്. ക്ലിയർ? സോ ഹോബീസ് ലൈക്ക് ഫോട്ടോഗ്രാഫി, അല്ലെ, അതൊരു ഹോബിയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് തുടങ്ങാൻ പറ്റും. ക്ലിയർ? ഇൻറ്റീരിയർ ഡെക്കറേഷൻ, അല്ലെ, നല്ലൊരു ഡിസൈനബിലിറ്റി ഉണ്ട്, ഒരു ആർട്ടിസ്റ്റിക് ക്രിയേറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻറ്റീരിയർ ഡെക്കറേഷൻ അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ്, ഇങ്ങനെയൊക്കെ നമുക്ക് യൂണിറ്റുകൾ കൊണ്ടുവരാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഈ രീതിയിലെല്ലാം പ്രോജക്റ്റുകളുടെ ഐഡിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോഴ്സസ് ആയിട്ട് ഉപയോഗിക്കാം. ക്ലിയർ? സോ ദീസ് ആർ ദി സോഴ്സസ് ഓഫ് ബിസിനസ് ഐഡിയ. ക്ലിയർ? Project idea.